ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മൈമെൻറ്റർ PSC എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാം 10th ലെവലിൻ്റെ എക്സാം ഡേറ്റ് ഇങ്ങെത്തി. അപ്പോൾ നമ്മുടെ സാധാരണ LGS പരീക്ഷ പോലെ തന്നെ മാത്സിന് 20 മാർക്കാണ് 10th പ്രിലിംസിന് ഉള്ളത്. അതിൽ തന്നെ 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ടോപ്പിക്കാണ് മെൻ്റൽ എബിലിറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് എന്തൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ വരാം, അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മെൻ്റൽ എബിലിറ്റിയുടെ ചോദ്യങ്ങൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്കതിന് 2 ഉത്തരങ്ങൾ കാണും. ഒന്ന്, നമ്മൾ ബോർഡ് മാസ് റൂൾ പോലെ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് പോലെ നമ്മളിതിനെ സോൾവ് ചെയ്താൽ കിട്ടുന്ന ഒരു ഉത്തരം. രണ്ടാമതായിട്ട് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം. ഇത് രണ്ടും എല്ലായ്പ്പോഴും സെയിം ആവണമെന്നില്ല. അപ്പോൾ ചോദ്യകർത്താവ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതും ഓപ്ഷനിലുണ്ടാവും, അല്ലാതെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉത്തരമല്ല നമുക്ക് അവിടെ വേണ്ടത്, ചോദ്യകർത്താവിൻ്റെ ഉത്തരമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, A = അധികം B = ന്യൂനം C = ഗുണനമായാൽ 20C 3A 6B 15 എത്ര? ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ A എന്നും B എന്നും C എന്നും ലെറ്റർ ഉണ്ടോ അതിനൊക്കെ പകരം എന്ത് എടുക്കുക, ഇവിടെ തന്നിരിക്കുന്ന A എന്താണ്, B എന്താണ്, C എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 20C എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണനം, ഇൻറ്റു 3A 3 എഴുതി Aക്ക് പകരം എന്താണ്, അധികം, പ്ലസ് 6B 6 എഴുതി Bക്ക് പകരം എന്താണ്, ന്യൂനം 15. ഓക്കെ, ഇപ്പോൾ തന്നിക്കുന്ന ചോദ്യത്തിനെ നമ്മുടെ ശരിക്കുമുള്ള ക്വസ്റ്റ്യൻ ആക്കി മാറ്റി. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 20 × 3 എന്താണ്, 60, 60 പ്ലസ് 6 മൈനസ് 15 അല്ലേ. 60നോട് 6 കൂട്ടിയാൽ 66, 66ൽ നിന്ന് 15 കുറച്ചാൽ 66ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാണ്, 56, 56ൽ നിന്ന് 5 കുറച്ചാൽ 51. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം, ഇതൊക്കെ ആരും തന്നെ തെറ്റിക്കാറില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, C എന്നും A എന്നും B എന്നും കിടക്കുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത്, നമ്മൾ ചിലപ്പോൾ ഈ ലെറ്ററൊക്കെ നമ്മളങ്ങ് വിട്ടുപോകും. 20 എഴുതി സിയുടെ ചിഹ്നം കൊടുത്തു, പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ സ്കിപ്പ് ചെയ്ത് എയോ 6ഓ ഒക്കെ ആയിരിക്കും കാണുന്നത്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നത് ചെറിയ അക്ഷരം കൂടെയല്ലേ, അപ്പോൾ അങ്ങനെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, അനിൽ 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ എല്ലാവർക്കും അറിയാം, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, ഡയറക്ഷൻസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ആദ്യം എന്ത് ചെയ്തു, അയാളുടെ വീട്ടിൽ നിന്ന്, ഓക്കെ, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ല, എവിടെ നിന്നെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു പോയിന്റ് എടുത്തു. ഞാൻ ആ പോയിന്റ് എന്ത് ചെയ്തു, 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്നു. കിഴക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു. ഓക്കെ, 40 മീറ്റർ. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വലത്തേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും, ഇങ്ങനെയല്ലേ, താഴേക്കല്ലേ തിരിയും. ഇവിടെയാണ് നിൽക്കുന്ന ആളെങ്കിൽ വലതുവശം എന്ന് പറയുമ്പോൾ അങ്ങോട്ടല്ലേ. അപ്പോൾ വലത്തേക്ക് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. ഇപ്പോൾ അയാളുടെ ഡയറക്ഷൻ ഇങ്ങനെ നിൽക്കുവാണ്. ഇടതുവശത്തേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, അങ്ങോട്ട് തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞ് വീണ്ടും 40 മീറ്റർ നടന്നു. എൻ്റെ ചോദ്യം, ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണുള്ളത്? പുറപ്പെട്ട സ്ഥലം ദാ ഇവിടെയാണ്, ഇപ്പോൾ നിൽക്കുന്ന ദിശ ദാ ഇവിടെയാണ്. ഞാനിവിടെ എന്ത് ചെയ്തു, ഡയറക്ഷൻസ് കൺസിഡർ ചെയ്തു, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇത് ഇവിടെ ആയിട്ടാണ് അയാൾ ഉണ്ടായിരുന്നതെങ്കിൽ എനിക്ക് എന്തെന്ന് പറയാം, കിഴക്ക് ദിശയിലാണ് അയാൾ നിൽക്കുന്നതെന്ന് പറയാം. ഇനി അയാൾ ഇവിടെ ആയിരുന്നെങ്കിലോ തെക്ക് ദിശയിലാണ് നിൽക്കുന്നതെന്ന് പറയാം. പക്ഷേ ഇവിടെ നോക്കിയേ, ഇതിന് രണ്ടിനും ഇടയിൽ വരുന്നൊരു റീജിയനിലല്ലേ നിൽക്കുന്നത്. എല്ലായ്പ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഏത് പോയിന്റ് നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ സെയിം സ്ട്രെയിറ്റ് ലൈനിലാണ് അയാൾ ഉള്ളതെങ്കിൽ ആ ദിശ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടുത്തെ ഈ ദിശയിലാണ് ഉള്ളതെങ്കിൽ തെക്കെന്നങ്ങ് പറഞ്ഞാൽ മതി. ഈ ദിശയിലാണുള്ളതെങ്കിൽ കറക്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ കിട്ടുന്ന കണക്കിനാണ് നിൽക്കുന്നതെങ്കിൽ ആ ദിശ അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ അല്ല വരുന്നതെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ആക്കി വേണം എന്ത് ചെയ്യാൻ, ദിശ പറയാനായിട്ട്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ വടക്ക്, തെക്ക് ഇവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ തെക്കിനും കിഴക്കിനും ഇടയിലാണ് അയാൾ നിൽക്കുന്നത്, അതായത് തെക്ക് കിഴക്ക് ദിശയിലാണ് അയാൾ നിൽക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവിടെ ആയിട്ടാണ് വന്നിരുന്നതെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് അയാൾ നിൽക്കുന്നതെന്ന് പറയും. എപ്പോഴും വടക്കിനും തെക്കിനുമാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. വടക്കും കിഴക്കും വരുമ്പോൾ വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് എന്നേ പറയത്തുള്ളൂ. അല്ലാതെ കിഴക്ക് തെക്ക്, പടിഞ്ഞാറ് തെക്ക് എന്ന് പറഞ്ഞ് തിരിച്ച് പറയത്തില്ല. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. മരം, തടി, മേശ, മരം, തടി, വിത്ത്, ചെടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലോജിക്ക് അനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് വേണം, ആദ്യം ഒരു മേശ ഉണ്ടാക്കാൻ പറ്റത്തില്ല. മേശ ഉണ്ടാക്കണമെങ്കിൽ തടി വേണം. ഓക്കെ,
തടി വേണമെങ്കിൽ മരം വേണം, ആ മരം വേണമെങ്കിൽ ചെടി ഉണ്ടായിരിക്കണം, ചെടിയല്ലേ മരം ആവത്തുള്ളൂ. അപ്പോൾ ചെടി ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? വിത്ത് വേണം. അപ്പോൾ ആദ്യം വേണ്ടത് വിത്ത്. ആ വിത്ത് നട്ട് എന്തുണ്ടാക്കണം? ചെടി ഉണ്ടാക്കണം. ആ ചെടി വളർന്ന് എന്താവണം? മരമാവണം. ആ മരത്തിൽ നിന്ന് തടി മുറിച്ചെടുക്കണം, അതിനെ വെച്ച് മേശ ഉണ്ടാക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ലോജിക്ക് വരുന്നത്. അല്ലാതെ കുറച്ച് വാക്കുകൾ തരുമ്പോൾ ഇതെന്താണ് വരുന്നത് എന്ന് ജസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ട് റിയൽ ലൈഫുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 4, 5, 2, 3, 1 4, 5, 2, 3, 1 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ബി ഈക്വൽ ടു 2, ബാഗ് ഈക്വൽ ടു 10 ആയാൽ ബുക്ക് ഈക്വൽ ടു എത്ര? ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം. ബാഗ് ഈക്വൽ ടു 10 എന്ന് ആദ്യമേ തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാണ് ബാഗിന് 10 വന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരിവിടെ ഒരു ഹിൻഡ് തന്നിരിക്കുന്നത്, ബി ഈക്വൽ ടു 2. ബി എങ്ങനെ 2 ആകും? നമ്മൾ ആൽഫബറ്റിക് ലെറ്റേഴ്സ് എടുക്കാം. ABCD എഴുതുന്ന സമയത്ത് ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ അക്ഷരമല്ലേ? അതായത് ഏതാണോ ലെറ്റർ അതിൻ്റെ പൊസിഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ABCD KLMNOPQRSTUV. ഓക്കെ, 26 ലെറ്റേഴ്സ് ഞാൻ എഴുതി. ഇനി ബി എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന ലോജിക്ക് ഞാൻ രണ്ടാമത്തെ ലെറ്റർ എന്നുള്ളത് ഇന്ന് എടുത്തു. ഇനി അത് ശരിയാണോ എന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. എന്താ ഇവിടെ നോക്കിയേ, ബി എന്ന് പറയുന്ന എത്രാമത്തെ അക്ഷരമാണ്? 2. എ എന്ന് പറയുന്ന എത്രാമത്തെയാണ്? 1. ജി എന്ന് പറയുന്ന എത്രാമത്തെയാണ്? 1, 2, 3, 4, 5, 6 7ാമത്തെ അക്ഷരം. ഓക്കെ, ഇനി ഇവരെല്ലാം ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാമല്ലോ. 2നോട് 1 കൂട്ടിയാൽ 3, 3നോട് 7 കൂട്ടിയാൽ 10. അപ്പോൾ തന്നയ്ക്കുന്ന വാക്കിലെ അക്ഷരങ്ങളുടെ സ്ഥാനങ്ങൾ എടുത്ത ശേഷം അതിനെ കൂട്ടുമ്പോൾ എനിക്ക് എന്താവും? തന്നയ്ക്കുന്ന ഉത്തരവാകും. അതേ ലോജിക്ക് ഇവിടെ കൊടുക്കുക. ബി എന്ന് പറയുന്ന എത്രാമത്തെ അക്ഷരം? രണ്ടാമത്തെ അക്ഷരം. അടുത്ത് ഒ എന്ന് പറയുന്ന എത്രാമത്തെ അക്ഷരം? 13, 14, 15ാമത്തെ അക്ഷരമാണ് ഒ. ഓക്കെ, വീണ്ടും 15ാമത്തെ അക്ഷരമാണ് ഒ. അടുത്ത് കെ എത്രാമത്തെ അക്ഷരം? 2, 4, 6, 8, 10, 11ാമത്തെ അക്ഷരം. ഓക്കെ, അപ്പോൾ അക്ഷരങ്ങളുടെ സ്ഥാനങ്ങൾ എടുത്തു. ഇനി ആഡ് ചെയ്യാമല്ലോ. 15, 15, 30, 30നോട് 11 കൂട്ടുമ്പോൾ 41, 2, 43. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ജസ്റ്റ് ലെറ്റേഴ്സ് എഴുതി നോക്കുക. ഇത് നമ്മൾ ബാക്കിൽ റഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമേ എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചില ഷിഫ്റ്റുകളിൽ ചില സെക്ഷനുകളിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഈ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നിരത്തി അങ്ങ് എഴുതിപ്പോൾ അതിന് പകരം ഇങ്ങനെ എം വരെയുള്ള ലെറ്റർ എഴുതിയതിന് ശേഷം N മുതലുള്ള ആൾക്കാരെ തിരിച്ചെഴുതുക. അതായത് മൊത്തം 26 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ 13 പേരെ ആദ്യം എഴുതി, അടുത്ത് ബാക്കിയുള്ള 13 പേരെ അവിടെ നിന്ന് തിരിച്ചെഴുതുക. QRSTUVWXYZ. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നാമത്, നമുക്ക് 26 ലെറ്റേഴ്സ് ഒരുപാട് നീളത്തിൽ എഴുതുന്നതിനേക്കാളും 1-2 സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ കുറച്ച് ലെങ്ത് കുറയും, ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പം. രണ്ടാമതായിട്ട്, നമുക്കിവിടെ പെട്ടെന്ന് പിയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ നേരത്തെ എഴുതി കഴിഞ്ഞാൽ 1, 2, 3, 4 എണ്ണി പി വരെ പോകണം. മറ്റേത് നമ്മളിപ്പോൾ 13 വെച്ചുള്ള സെറ്റാക്കിയല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ ഇയാൾ 13ാമത്തെ ലെറ്ററാണ്. അങ്ങനെയെങ്കിൽ 14, 15, 16. ഓക്കെ, നമ്പർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് രണ്ടാമത്തെ റീസൺ. മൂന്നാമതായിട്ട്, ഫ്രണ്ടിൽ നിന്ന് 1ാമത്തെ ലെറ്ററാണ് എ. അപ്പോൾ പിന്നിൽ നിന്ന് 1ാമത്തെ ലെറ്ററാണ് ആര്? ഇസഡ്. ഫ്രണ്ടിൽ നിന്ന് 4ാമത്തെ ലെറ്ററാണ് ഡി. അങ്ങനെയെങ്കിൽ പിന്നിൽ നിന്ന് 4ാമത്തെ ലെറ്ററാണ് ആര്? ഡബ്ല്യു. ചില ക്ലാസിഫിക്കേഷൻസ് കോഡിംഗ് ഒക്കെ വരുമ്പോൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള നമ്പേഴ്സ് എടുത്ത് പാറ്റേൺ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം ഇങ്ങനെ എഴുതുന്നതായിരിക്കും. മുന്നിൽ നിന്ന് 4ാമത്തെ ഡി എങ്കിൽ പിന്നിൽ നിന്ന് 4ാമത്തത് ഡബ്ല്യു. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി ശീലിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ 4ാമത് വരുന്ന വാക്ക് ഏത്? ചോദ്യം ശ്രദ്ധിക്കുക. 4ാമത് വരുന്ന വാക്ക് ഏത്? നമുക്ക് 4 വാക്കുകളെ ആകെപ്പാട് തന്നിട്ടുള്ളൂ. 4ാമത് വരുന്ന വാക്ക് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് എന്താണ് അവസാനം വരുന്ന വാക്ക് ഏത് എന്നല്ലേ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, നമ്മൾ ഡിക്ഷണറിയിലെ വാക്കുകൾ ക്രമീകരിക്കുന്നത് അറിയാമല്ലോ. ആദ്യം എയിൽ തുടങ്ങുന്ന വാക്ക്, അടുത്ത 2ാമത് ലെറ്ററും എ വരുന്നത് ആദ്യം എഴുതും, അടുത്ത 2ാമത് ബി വരുന്നത് എഴുതും, 2ാമത് സി വരുന്നത് എഴുതും. അങ്ങനെ എഴുതിയതിന് ശേഷം എല്ലാ വാക്കും എഴുതിയതിന് ശേഷം അല്ലേ ബിയിൽ തുടങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെറ്റർ സെയിം ആണെങ്കിൽ സെക്കൻഡ് ലെറ്റർ നോക്കും,
സെക്കൻഡ് ലെറ്റർ സെയിം ആണെങ്കിൽ തേർഡ് ലെറ്റർ നോക്കും. ഇവിടെ നോക്കിയേ, എല്ലാവരുടെയും ആദ്യത്തെ ലെറ്റർ എന്ത് തന്നെ? സി തന്നെ. അപ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് ലെറ്റർ നോക്കാം. ആദ്യത്തെ വാക്കാണെങ്കിൽ സെക്കൻഡ് ലെറ്റർ ഏറ്റവും ചെറുതാരാണോ അതായിരുന്നു എൻ്റെ ഉത്തരം. പക്ഷേ എനിക്ക് അവസാനത്തെ വാക്കാണ് വേണ്ടത്. അപ്പോൾ സെക്കൻഡ് ലെറ്റർ ഇവിടെ എ വന്നു, ഇവിടെ എ വന്നു, ഇവിടെ എല്ല് വന്നു. എ കഴിഞ്ഞല്ലേ എല്ല് വരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യില്ല? ഏറ്റവും അവസാനം വരില്ല. ഇതും എന്ത് ചെയ്യില്ല? ഏറ്റവും അവസാനം വരില്ല. ഇനി നോക്കിയേ, ഇവിടെയും എല്ലാണ്, ഇവിടെയും എല്ലാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടിൽ സെക്കൻഡ് ലെറ്റർ സെയിം. അങ്ങനെ തേർഡ് ലെറ്റർ നോക്കാം. ഇവിടെ ഇ ആണ്, ഇവിടെ ഒ ആണ്. ഇ കഴിഞ്ഞല്ലേ ഒ വരത്തുള്ളൂ. അപ്പോൾ ഇ എന്ന് പറയുന്നത് എൻ്റെ മൂന്നാമത്തെ വാക്കായിരിക്കും, ഈ ഒ വരുന്ന വാക്കിൻ്റെ നാലാമത്തെ വാക്കായിരിക്കും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓരോ ലെറ്ററായിട്ട് സോർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപോലെ വരുന്ന ലെറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് വെട്ടി അങ്ങ് കളയുക. അതിനുശേഷം നമുക്ക് ഏറ്റവും അവസാനത്തെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് ബാക്കിലോട്ട് ചിന്തിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ ഡിവൈഡ്, ഇൻറ്റു എന്നാൽ പ്ലസ്, ഡിവൈഡ് എന്നാൽ മൈനസ് ആയാൽ 12 - 3 ഇൻറ്റു 4 + 2 ഡിവൈഡ് ബൈ 5ൻ്റെ വില എത്ര? മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തന്നയ്ക്കുന്നതിന് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. തന്നയ്ക്കുന്നതിന് ജസ്റ്റ് ഒന്ന് എഴുതുക 12. മൈനസ് ഇടുന്നതിന് പകരം, മൈനസ് എന്നാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഡിവൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനസിന് പകരം എന്താ എഴുതുക? ഡിവൈഡ്. അടുത്ത സംഖ്യ 3. ഇൻറ്റു എഴുതുന്നതിന് പകരം മുകളിൽ നോക്കുക. ഇൻറ്റു എന്നാൽ എന്താണ്? പ്ലസ് ആണ്. ഓക്കെ, അടുത്ത സംഖ്യ 4. പ്ലസ് എന്നാൽ എന്താണ്? ഇൻറ്റു. അടുത്ത സംഖ്യ 2. അത് കഴിഞ്ഞ് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ്. ഓക്കെ, ഇനി ബോർഡ് മാസ് റൂൾ അനുസരിച്ച് സോൾവ് ചെയ്യുക. 12 ഡിവൈഡ് ബൈ 3 ആദ്യം ചെയ്യണം. അപ്പോൾ 4 + 4 ഇൻറ്റു 2 മൈനസ് 5. ഓക്കെ, 4 ഇൻറ്റു 2 എത്രയെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. സോ 4 + 8 മൈനസ് 5. 4ഉം 8ഉം 12, 12ൽ 5 പോയാൽ എത്ര കിട്ടും? 7. ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സമാന ബന്ധം കണ്ടെത്തുക. ചെറുത് വലുത്. ഉദയം എന്തായിരിക്കും? ഉദയവും കടലും തമ്മിൽ ബന്ധമല്ല, ഉദയവും സൂര്യനും തമ്മിൽ. സൂര്യൻ ഉദിക്കുന്നു, ഓക്കെ. ഉദയം മഞ്ഞ്, ബന്ധമില്ല. ഉദയം അസ്തമയം, ഓക്കെ. അതല്ലേ കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി, അസ്തമയം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ബെസ്റ്റ് എന്നതിന് @% അതുപോലെ സോപ്പ് എന്നതിനെ ഒരു കോഡ് വെച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പാസ്റ്റ് എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യുക? നമ്മൾ കോഡിങ് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൽഫബറ്റ്സ് വെച്ചിട്ട് കോഡിങ് ഉണ്ട്. ആ കോഡിങ്ങിൽ നമ്മളിങ്ങനെ എഴുതും ഇല്ലേ? 13 പേരെ എഴുതും, അടുത്ത് തിരിച്ച് 13 പേരെ എഴുതും, അതിനുശേഷം കൗണ്ട് ചെയ്ത് നോക്കാം. ഇനി കോഡിങ് വരുന്ന ചില ചോദ്യങ്ങളിൽ അതിനകത്തൊരു ട്രിക്ക് കാണും. നമ്മൾ എല്ലാ കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനും ആദ്യം എന്ത് ചെയ്യും? എല്ലാ ABCD ഒക്കെ എഴുതി സോൾവ് ചെയ്യണമെന്ന് വിചാരിക്കും. ക്വസ്റ്റ്യനിലോട്ടൊന്ന് നോക്കുക. ഇവിടെയും 4 ലെറ്റർ, ഇവിടെയും 4 ലെറ്റർ. ഓക്കെ, ഇവിടെ 4 ലെറ്റർ ഉള്ള ഒരു വാക്കിനെ കോഡ് ചെയ്തപ്പോൾ അവിടെയും 4 ചിഹ്നങ്ങളാണ് വന്നത്. അതായത് ഓരോ ലെറ്ററിനും ഓരോ ചിഹ്നം കാണും. ഇവിടെ വീണ്ടും 4 ലെറ്റർ ഉള്ള ഒരു വാക്കിനെ കോഡ് ചെയ്തപ്പോൾ വീണ്ടും 4 ലെറ്റർ തന്നെയാണ് വന്നത്. അപ്പോൾ വീണ്ടും ഓരോ ലെറ്ററിനും ഓരോ ചിഹ്നമായിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലായി. ഇനി ഫാസ്റ്റ് എന്ന് പറയുന്നത് എവിടെ നിന്ന് കണ്ടുപിടിക്കും? രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ട ആളിലെ ഓരോ അക്ഷരങ്ങളും ചോദ്യത്തിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ഉത്തരം എടുക്കാം. ഇവിടെ നോക്കിയേ, PAST. പി എവിടെയുണ്ട്? ഇതാ ഇവിടെ ഉണ്ട്. എ ഇവിടെ ഉണ്ട്, എസ് ഇവിടെ ഉണ്ട്, ടി ഇതാ ഇവിടെയും ഉണ്ട്. ഇത് കണ്ടുപിടിക്കേണ്ട എല്ലാ ആൾക്കാരും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ പി എന്ന് പറയുന്ന ആളിൻ്റെ കോഡ് 4ാമത്തെ അക്ഷരമല്ലേ പി? അപ്പോൾ 4ാമത്തെ കോഡ് ആൻഡ്. എ 2ാമത്തെ അക്ഷരമല്ലേ പിന്നിൽ നിന്ന്? അപ്പോൾ അതിൻ്റെ ഉത്തരം പ്ലസ്. അടുത്ത് എസ്, ഇവിടെ ആദ്യത്തെ അക്ഷരമല്ലേ? ഹാഷ്. മൊത്തം കണ്ടുപിടിക്കണമെന്നില്ല, നമുക്ക് ആദ്യത്തെ ആളിനെ കണ്ടുപിടിച്ച് ആദ്യത്തെ 1-2 പേരെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്, അതായത് ആവശ്യമില്ലാത്ത ആൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹാഷിൽ തുടങ്ങുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആൻഡിലാണ് തുടങ്ങുന്നതെന്ന് അറിയാം. അപ്പോൾ അത് ഫുള്ള് ചെക്ക് ചെയ്യേണ്ട. ഹാഷിൽ തുടങ്ങുന്ന ഓപ്ഷൻ അവിടെ വെച്ച് തന്നെ കളയാം. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് സോൾവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എല്ലാവരും ആദ്യത്തത് ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2ാമത്തെ ആളിനെയും കൂടെ നോക്കി. അപ്പോൾ ആൻഡ് കഴിഞ്ഞ് പ്ലസ് വരണം. ആൻഡ് കഴിഞ്ഞ് പ്ലസ് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിയും എയും ഉത്തരങ്ങളല്ല എന്ന് മനസ്സിലായി. ഇനി 3ാമത് ലെറ്റർ നോക്കാം. 3ാമത് ഏതാണ് വന്നത്? ഹാഷാണ് വന്നത്. അപ്പോൾ 3ാമത് ഹാഷ് വരുന്ന ബി ആണ് എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഓരോന്നായിട്ട് എല്ലാവരെയും കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ടൈം കളയരുത്. ഒരാളെ എടുക്കുക, ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതങ്ങ് കറപ്പിക്കുക. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? 2ാമത്തേലോട്ട് പോവുക. അങ്ങനെ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം.
താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ മൂന്നാമതേത് സംഖ്യ? ആരോഹണ ക്രമവും അവരോഹണ ക്രമവും. ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഓക്കെ, അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അതായത് ഈ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയാൽ മൂന്നാമത്തെ സംഖ്യ എന്നാണ് ചോദ്യം. ഇപ്പോൾ ഏറ്റവും വലുതാരാണ്? 500, അത് ഒന്നാമത് വരും. രണ്ടാമത് 400, അത് രണ്ടാമത് വരും. അടുത്ത് 300, ഈ സംഖ്യ മൂന്നാമത് വരും. ഓക്കെ, മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 325, ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം, ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? പരുന്ത്, പുല്ല്, തവള, പുൽച്ചാടി, പാമ്പ്. കുറച്ച് വാക്കുകളാണ് പറഞ്ഞേക്കുന്നത്. ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷിക്കുന്നു, അതല്ലേ പെട്ടെന്ന് റിലേഷൻ വരുള്ളൂ. അല്ലാതെ വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നോക്കാനായിട്ടില്ല. എല്ലാ ആൾക്കാരും ഇപ്പോൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കണമെന്നാണെങ്കിൽ പുല്ലെന്ന് പറയുന്നത് എന്തല്ല, ഒരു ജീവിയല്ല. അങ്ങനെയെങ്കിൽ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. എല്ലാ ജീവികളാണെങ്കിൽ നമുക്കിങ്ങനെ ഭക്ഷണം ആക്കുന്നു എന്നുള്ള ലോജിക്ക് കിട്ടിയില്ലെങ്കിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാം. പക്ഷേ ഇവിടെ പുല്ലൊരു ജീവി അല്ലാത്തതുകൊണ്ട് എന്തായാലും അതല്ല, അപ്പോൾ ഭക്ഷണം തന്നെയാണ്. ഏറ്റവും ബേസിക്കായിട്ട് എപ്പോഴും എന്തേ വരത്തുള്ളൂ? പുല്ലേ വരത്തുള്ളൂ, ഇല്ലേ? സസ്യാഹാരമാണ് ഏറ്റവും ബേസിക്കായിട്ട് വരുന്നത്. അപ്പോൾ പുല്ല് ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ബാക്കി വെറുതെ ചെക്ക് ചെയ്യണമെന്നില്ല. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കണമെങ്കിലും പുല്ലിനെ എന്ത് തിന്നുന്നു? പുൽച്ചാടി തിന്നുന്നു. ആ പുൽച്ചാടിയെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ പരുന്ത് തിന്നുന്നു. കറക്റ്റ് അല്ലേ? നമ്മൾ ഇത്രയും നോക്കി വെറുതെ ടൈം കളയണ്ട. ഇതാണ് ബേസിക് സ്റ്റാർട്ടിക് എന്ന് നമുക്കറിയാം. അത് ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതാണ് എൻ്റെ റൈറ്റ് ആൻസർ. നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഈ 4 പേരിൽ കുറേ ലെറ്റേഴ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏതോ 3 പേര് ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഏതോ ഒരാൾക്ക് ആ പാറ്റേൺ ഇല്ല. ആർക്കാണ് ഇല്ലാത്തത്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കൂട്ടത്തിൽ കൂടില്ല എന്ന് പറയുമ്പോൾ അതല്ലേ. ബാക്കി 3 പേര് എന്തായാലും ഒരേ പാറ്റേൺ ആയിരിക്കും. ഒന്നാമത്തെ നോക്കാം, എ സി ഇ. എ കഴിഞ്ഞ് ബി സി ഡി ഇ. ഓരോ ലെറ്റർ ഇടവിട്ടാണ് എഴുതിക്കുന്നത്. അടുത്ത് കെ എം ഒ എഴുതാം. കെ എൽ എം എൻ, സോറി ഒ ആണ്, അപ്പോൾ എൻ ഒ. ഓക്കെ, അവിടെയും ഓരോ ലെറ്ററിൻ്റെ ഗ്യാപ്പിലാണ് എഴുതിക്കുന്നത്. അടുത്ത് നോക്കാം, ജി എച്ച് ജെ. ജി എച്ച്, ഇവിടെ ഇടയിലുള്ള ലെറ്റർ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. ജി എച്ച് ഐ ജെ, ഇവിടെ ഓക്കെ, പക്ഷേ ഇവിടെ ഇടയിലൊരു ലെറ്റർ വരണം അല്ലേ? ഒന്നിടവിട്ട ലെറ്ററുകളല്ലേ തന്നേക്കുന്നത്. ഇവിടെയും അതല്ലേ തന്നിരുന്നത്, പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? അത് തന്നിട്ടില്ലല്ലോ. അപ്പോൾ ജി എച്ച് ജെ ആണ് എൻ്റെ ശരി ഉത്തരം. നമ്മൾ ബാക്കി അടുത്ത 4ാമത്തെ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർക്ക് 2 പേർക്കും ഒരേ പാറ്റേൺ നമുക്ക് കിട്ടി. ഇയാൾക്ക് ആ പാറ്റേൺ അല്ലാതെ വേറൊരു പാറ്റേൺ ആണ് കിട്ടിയത്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം 2 പേര് വരുന്ന ഓപ്ഷൻ ഇവിടെ ഒരെണ്ണം തന്നിട്ടില്ലല്ലോ. അപ്പോൾ വെറുതെ അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണ്ട. നമുക്ക് നോക്കി വരുമ്പോൾ 3ാമത്തെ ആളിനെ കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിലും 6 കഴിഞ്ഞ് എസ് ടി യു വി, എസും യു ഇടയിൽ ഓരോ ലെറ്റേഴ്സ്. ഓക്കെ അല്ലേ? നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് 1ഉം 2ഉം സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3ാമത്തത് കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം, 1 + 1/1 - 1/2. ഇതിനെ എല്ലാവരും പെട്ടെന്ന് സോൾവ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് എല്ലാവരും തെറ്റിക്കും. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോൾ അരിത്തമെറ്റിക് എന്ന് പറയുന്ന ചോദ്യം, അരിത്തമെറ്റിക്കിലെ ചോദ്യം തന്നെയാണ്, ശരിയാണ്. പക്ഷെ നമുക്ക് ഒരുപാട് സോൾവിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, 1 + 1/1 - 1/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുൻപ് നമുക്കിതിൽ നോക്കി തന്നെ ഉത്തരം പറയാൻ പറ്റും. 1 - 1/2, 1ൽ നിന്ന് അര പോയാൽ എത്ര കിട്ടും? അരയെന്നല്ലേ കിട്ടും. 1 + 1/2. ഓക്കെ, ഇങ്ങനെ 3 നമ്പർ വരുമ്പോൾ ഈ 2 എവിടെ എഴുതും? നമ്മൾ മുകളിലല്ലേ എഴുതും. ഇത് നമ്മൾ അരിത്തമെറ്റിക്കിൻ്റെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. A/B/C, ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ ഇതെന്ത് ചെയ്താൽ മതി? A/C/B എന്ന് എഴുതിയാൽ മതി. ഇയാളെ തിരിച്ചെഴുതി ഗുണിച്ചാൽ മതി. അതേ ലോജിക്ക് ഇവിടെ അത്രയും ഗുണിക്കേണ്ടതെന്ന് ആവശ്യമില്ല. 2 എവിടെ പോവും? മുകളിൽ പോവും. അപ്പോൾ 1 + 2/1 എന്ന് പറയും. 2/1 എത്ര തന്നെയാണ്? 2 തന്നെ. 1 + 2 എത്ര? 3. ഈ പറഞ്ഞ 3 സ്റ്റെപ്പ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോദ്യം നോക്കുമ്പോൾ തന്നെ അറിയാം. 1ൽ നിന്ന് അര പോയാൽ അര, 1/1 തിരിഞ്ഞു പോകും, എന്താവും? 2 ആവും. 1നോട് 2 കൂട്ടിയാൽ എത്ര? 3. ഓക്കെ, അടുത്ത ചോദ്യം, 3:72 4:x ആയാൽ എക്സിൻ്റെ വില എത്ര? എക്സിൻ്റെ വില എത്ര? ഇപ്പോൾ 3:72, രണ്ടാമത് 4:x. ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഓക്കെ, ആ ബന്ധം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തേൻ്റെ ഉത്തരവായി. 3നെ എങ്ങനെ 72 ആക്കാം?
നമുക്ക് വേണമെങ്കിൽ 3ൻ്റെ സ്ക്വയർ എടുത്താൽ 9, 3ൻ്റെ ക്യൂബ് എടുത്താൽ 27, 3ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9, 3ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ 27, 3/4 എടുക്കുമ്പോൾ 81. 81ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചതാണ് എന്ത് 72 എന്ന് ചിന്തിക്കാം. 81ൽ നിന്ന് എത്ര കുറച്ചാൽ കിട്ടും? 9 കുറച്ചാൽ എത്ര കിട്ടും? 72 കിട്ടും. ആ 9 എവിടെ നിന്ന് വന്നു? 3ൻ്റെ സ്ക്വയർ വന്നു അല്ലേ? അത് 81ൽ നിന്ന് 9 കുറച്ചു. 3/4ൽ നിന്ന് 3 സ്ക്വയർ കുറച്ചു. ഈ ലോജിക്ക് നോക്കി നോക്കാം. 4/4ൽ നിന്ന് 4ൻ്റെ സ്ക്വയർ 16 കുറച്ചാൽ 4/4 എത്രയാണ്? 4 × 4 ചെയ്യുമ്പോൾ 16 ആവും, × 4 ചെയ്യുമ്പോൾ 64 ആവും, × 4 ചെയ്യുമ്പോൾ 256 - 16. എന്തായാലും വലിയൊരു ഉത്തരം കിട്ടത്തുള്ളൂ. ആ ഉത്തരം ഓപ്ഷനിലൊന്നും തന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഈ ലോജിക്ക് അല്ല. കണ്ടോ, ഇവിടെ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നമുക്കൊരു ലോജിക്കലി ഒരു ഉത്തരം കിട്ടി. പക്ഷെ ആ ഉത്തരം രണ്ടാമത്തെ ആളിനെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ചോദ്യകർത്താവിൻ്റെ ഉത്തരം ഇതല്ല. ഇവിടെ സിമ്പിളായിട്ട് നോക്കാം. 3:72. ഇവിടെ നോക്കിയേ, 3ൻ്റെ ക്യൂബ് എത്രയാണ്? 27. ഈ 27നെ തിരിച്ചെഴുതിയതല്ലേ 72 അല്ലേ? അങ്ങനെയെങ്കിൽ 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64. 64നെ തിരിച്ചെഴുതുമ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടും? 46. എൻ്റെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ എപ്പോഴും മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുന്ന ആൻസർ തന്നെ വരണമെന്നില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മുടെ ലോജിക്കലി, ചോദ്യകർത്താവിൻ്റെ ലോജിക്കൽ എന്താണോ വരുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കുക. ഒരു ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ പാറ്റേൺ ഉണ്ട്. ചില ക്വസ്റ്റ്യനിൽ 3 - 4 പാറ്റേണുകൾ നമുക്ക് കിട്ടും. പക്ഷേ അതെല്ലാം രണ്ടാമത്തെ കണ്ടീഷനിൽ ഫെയിലായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വേറെ എന്തോ ഒരു കാര്യമാണ്, സോൾവിങ് അല്ല അവിടെ ചെയ്തേക്കുന്നത്. വേറെ എന്തോ ലോജിക്കലായിട്ടുള്ളൊരു പരിപാടിയാണ്. ആ പരിപാടി മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഒറ്റയാനെ തിരിച്ചറിയുക. 64, 81, 9, 24. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ ചിന്തിക്കാം. പക്ഷേ ഇവിടെ 81 ഉണ്ട്, 9 ഉണ്ട്. 2 ഇരട്ട സംഖ്യയുണ്ട്, 2 ഒറ്റ സംഖ്യയുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത് പോകും ഓഡ് നമ്പർ അല്ല, പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും എന്താണ്? കോമ്പോസിറ്റ് നമ്പർ തന്നെ. ഇപ്പോൾ ഇവിടെ നോക്കുക, 64നെ എനിക്ക് എങ്ങനെ എഴുതാം? 64നെ 8ൻ്റെ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 64 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. 9നെ 3ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 81നെ 9ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. പക്ഷേ 24നെ എനിക്ക് ആരുടെയും സ്ക്വയർ എന്ന് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ 24 ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. മാത്സ് 61 എന്ന സംഖ്യയും തിങ്ക് 62 എന്ന സംഖ്യയും ഉപയോഗിച്ച് രേഖപ്പെടുത്തിയാൽ എബിലിറ്റി ഏത് സംഖ്യ കൊണ്ട് രേഖപ്പെടുത്തും? അപ്പോൾ മാത്സിന് എങ്ങനെയാണ് 61 വന്നത്? നമ്മൾ വീണ്ടും എഴുതേണ്ടതായിട്ട് വരും. PQRSTUVWXYZ. ഓക്കെ, 13 വെച്ച് 2 സെറ്റായിട്ട് എഴുതി. മാത്സ് എന്നല്ലേ ഫസ്റ്റ് വാക്ക്. അപ്പോൾ എം എത്രാമത്തെ സംഖ്യ? 13. അപ്പോൾ 13 പ്ലസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത് എ ഒന്നാമത്തെ അക്ഷരം പ്ലസ് ടി എത്രാമത്തെ അക്ഷരമാണ്? ഇവിടെ ഇത് 13 ആയി. 14, 15, 16, 17, 18, 19, 20. ഓക്കെ, 20. ഓരോ ലെറ്ററിനും ചില ആൾക്കാരൊക്കെ വാല്യൂ കാണാതെ പഠിച്ച് വെക്കാറുണ്ട്. അതായത് പെട്ടെന്ന് 10ാമത്തെ അക്ഷരം എത്ര, അല്ലെങ്കിൽ 24ാമത്തെ അക്ഷരം എത്ര, അങ്ങനെ കാണാതെ പഠിച്ച് വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറ്റുന്നവർ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും തെറ്റരുത്. എഴുതി ചെയ്യുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് H 2, 4, 6 8ാമത്തെ അക്ഷരം പ്ലസ് അടുത്ത് S ഉണ്ട്. ഇതുവരെ ഇത് 13 ആയി. 14, 15, 16, 17, 18, 19. ഓക്കെ, ഈ 19ഉം 1ഉം 20 ആയി. 20ഉം 20ഉം 40 ആയി. 40ഉം 13ഉം 53 ആയി. 53 പ്ലസ് 8 എത്ര കിട്ടും? 61. ഇത് തന്നെയല്ലേ ഇവിടെയും കൊടുത്തേക്കുന്നത്. അപ്പോൾ അക്കങ്ങൾ ഏതാണോ തന്നിരിക്കുന്നത്, ലെറ്റേഴ്സ് ഏതാണോ അതിൻ്റെ പൊസിഷൻ വാല്യൂ എടുത്ത് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. ഇത് രണ്ടാമത്തേലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വേണമെങ്കിൽ. ഒന്നാമത്തേൽ കിട്ടിക്കഴിയുമ്പോൾ രണ്ടാമത്തെ ഏറെക്കുറെ അത് തന്നെ ആയിരിക്കും. എന്നാലും വേണമല്ലോ, സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ആൻസറിലോട്ട് വരാം. എ എന്ന് പറയുന്ന ഒന്നാമത്തെ അക്ഷരം, ഓക്കെ, പ്ലസ് ബി എന്ന് പറയുന്ന രണ്ടാമത്തെ അക്ഷരം. ഐ എത്രയാണ്? 2, 4, 6, 8 9ാമത്തെ അക്ഷരം പ്ലസ് എൽ എന്ന് പറയുന്നത് ഇതിവിടെ 13. അപ്പോൾ ഇയാൾ ആരാണ്? 12. ഒന്നേന്ന് എണ്ണി വരണ്ട. ഓക്കെ, ഇങ്ങനെ എഴുതാനുള്ള ഗുണം അതാണ്. അടുത്ത് വീണ്ടും ഐ തന്നെയാണ്. ഐക്ക് നമ്മൾ ഒരിക്കൽ 9 എഴുതിയതല്ലേ. പ്ലസ് ടി എത്രയാണ്? 13, 14, 15, 16, 17, 18, 19, 20 പ്ലസ് വൈ ലാസ്റ്റ് നോക്കിയാൽ പോരെ. ഇവിടെ 26. അപ്പോൾ ഇത് എത്ര? 25. ആഡ് ചെയ്യാമല്ലോ.
20 20 40, 5 ഞാൻ വെട്ടിയില്ല, 20 20 40, 9 1 10, അപ്പോൾ 50 ആയി. 59 69 69 5 74 74 76 78. അപ്പോൾ ഓപ്ഷൻ സി ആണ് എൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഓരോന്നേടെ സൈഡിൽ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഫസ്റ്റത്തെ ടെൻസിൻ്റെ പ്ലേസുകൾ ആദ്യം ആഡ് ചെയ്ത് മാറ്റി വയ്ക്കുക, എന്നിട്ട് വൺസിൻ്റെ പ്ലേസുകൾ എടുത്ത് ആഡ് ചെയ്യുക. അടുത്ത ചോദ്യം 1 2 3 6 4 2 3 24 5 2 3. ഇവിടെ വരുന്ന ലെറ്റർ ആര്? അപ്പോൾ ഇവിടെ നോക്കുക, ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണും. ഇവിടെ 2 1 3 കൂട്ടിയാൽ എത്ര കിട്ടും? 6 കിട്ടും. ഇവിടെ നോക്കാം, 2 4 കൂട്ടുമ്പോൾ 6 6 3 9 ആയോളും. 9നെ 1 ചെയ്ത് 24 ആക്കാൻ പറ്റില്ല. അപ്പോൾ അതല്ല ലോജിക്ക്. നമുക്കിവിടെ ഗുണിച്ച് നോക്കാം. 2 × 1 2, 2 × 3 6. ഓക്കെ, 2 × 4 8, 8 × 3 24. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും അത് സാറ്റിസ്ഫൈ ആയി. അങ്ങനെയെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഉത്തരം. 2 × 10 10 × 3 30. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഈ ചോദ്യങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയുടെ പ്രത്യേകത, നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും പഠിക്കാനായിട്ടില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മാക്സിമം ലോജിക്ക് നമുക്ക് തന്നെ കിട്ടും. അടുത്ത ചോദ്യം, +4 × -4 ഡിവൈഡ് ആയാൽ 10 + 18 - 6. ചെറിയൊരു ചോദ്യം. 10 പ്ലസിന് പകരം എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. 18 മൈനസിന് പകരം എന്ത് കൊടുക്കണം? ഡിവൈഡ് കൊടുക്കണം. 6. ആദ്യം ആരെ സോൾവ് ചെയ്യും? 18/6. 18/6 എത്രയാണ്? 3. അപ്പോൾ 10 × 3, ഉത്തരം 30. അടുത്ത ചോദ്യം ഇതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. ശരിയായ ഗണിതക്രിയകൾ തിരഞ്ഞെടുക്കുക, ചോദ്യചിഹ്നമുള്ള സ്ഥാനങ്ങൾ പൂരിപ്പിക്കുക. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ എഴുതാൻ സോൾവ് ചെയ്യാം. ഇവിടെ അത് പറ്റത്തില്ല. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയും. വേറൊന്നുമല്ല, ഓരോ ഓപ്ഷനായിട്ട് കൊടുത്ത് ചെക്ക് ചെയ്യുന്നു. നമ്മൾ അലങ്കാരമായിട്ട് പേരായിട്ടൊക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നൊക്കെ പറയും. അതൊന്നും നോക്കണ്ട, ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നാമത്തത് പേപ്പറിൽ എഴുതരുത്, മനസ്സിൽ നോക്കുക. ആദ്യം ഇവിടെ പ്ലസ് വരും, രണ്ടാമത് മൈനസ് വരും. എന്നാലും മിനി പറഞ്ഞേക്കുന്നത് 4നോട് 4 കൂട്ടിയാൽ 8, 8ൽ നിന്ന് 4 കുറച്ചാൽ എന്ത് കിട്ടില്ല? 5 കിട്ടില്ല. അത് കളയാം, ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. ഇൻറ്റും പ്ലസും ചെയ്ത് നോക്കാം. 4 × 4 ചെയ്യുമ്പോൾ 16 ആവും. 16നോട് പിന്നെ പ്ലസ് വരുമ്പോൾ എന്തായാലും വലിയൊരു നമ്പരേ വരത്തുള്ളൂ. അപ്പോൾ ഇതുമല്ല. ഡിവൈഡും പ്ലസും ചെയ്ത് നോക്കാം. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ആ 1നോട് അടുത്ത പ്ലസ് അല്ലേ, 1 + 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചിലപ്പോൾ ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഒരു ആൻഡും അറ്റും അങ്ങനെയൊക്കെ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രം പേന യൂസ് ചെയ്താൽ മതി, അതായത് സോൾവ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ മൈൻഡിൽ നമുക്ക് ചെയ്താൽ മതി. അടുത്ത ചോദ്യം വീണ്ടും ഒറ്റയാനെ കണ്ടെത്തുക. 169 144 900 125. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 169 എന്തിൻ്റെ സ്ക്വയറാണ്? 13ൻ്റെ സ്ക്വയർ. 144 12ൻ്റെ സ്ക്വയർ. 900 30ൻ്റെ സ്ക്വയർ. 125 5ൻ്റെ ക്യൂബാണ് 125. ആരുടെ സ്ക്വയർ അല്ല. ബാക്കി എല്ലാ ഓപ്ഷനും സ്ക്വയറിൻ്റെ ടേംസിലായിരുന്നു, ഒരു ഓപ്ഷൻ ക്യൂബിൽ. അപ്പോൾ ഇയാളാണ് ഓഡ് വൺ. അടുത്ത നോക്കിയേ, പെട്ടെന്ന് ചാടി കയറി ABCD എന്ന് എല്ലാവരും വായിക്കത്തുള്ളൂ. അത് ഇല്ലേ? നിങ്ങൾ തന്നെ ആദ്യം ചോദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് ABCD എന്നായിരിക്കും വായിച്ചത്. കാരണം നമ്മൾ ചില വാക്കുകളൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളുടെ ചില ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കിടന്നാലും അത് നിങ്ങൾ ഈ ഫോണിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില പാസേജുകൾ നിങ്ങൾക്ക് 100% ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാസേജ് കൊടുത്തേക്കും. എല്ലാ ലെറ്റേഴ്സും തിരിച്ചായിരിക്കും കൊടുത്തേക്കുന്നത്, പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കും. അത് നമ്മളെ മൈൻഡ് അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളെ കുഴപ്പിക്കാനായിട്ടാണ് ചോദ്യം തന്നേക്കുന്നത്. ABDC ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത് EFHG. ഇവിടെ എങ്ങനെയാണ് ഈ പാറ്റേൺ ഉണ്ടായത്? ABCD. ഓക്കെ, ABC, അടുത്ത് D ഇവിടെ. അതുപോലെ തന്നെ EFGH. അടുത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണോ? ABCDEFGH കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ MNPO ഫ്രണ്ടിൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്ന 4 നമ്പേഴ്സ് ആയിരിക്കും, ലെറ്റേഴ്സ് ആയിരിക്കും. GH കഴിഞ്ഞാൽ IJKLMNOP. ABCDEFGH കഴിഞ്ഞാൽ IJKLMNOP. അതിൽ MNOP അവിടെ ഉണ്ട്. അപ്പോൾ ഈ 4 പേരാണ് എനിക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? I എഴുതും, J എഴുതും, K എഴുതും, ഇവിടെ L എഴുതും. അപ്പോൾ IJLK. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം.
ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. പേന, യൂണിഫോം, പെൻസിൽ, പുസ്തകം. കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, യൂണിഫോമാണ് ഒറ്റയാൻ. അടുത്ത സമാന ബന്ധം കണ്ടെത്തുക. വൃത്തസ്തംഭം, അർദ്ധഗോളം. എന്താണ് വൃത്തസ്തംഭം? വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ, ഇംഗ്ലീഷിൽ നമ്മൾ സിലിണ്ടർ എന്ന് പറയും അല്ലേ. ബേസ് ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും, ടോപ്പ് ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും, ഒരു സിലിണ്ടറിക്കൽ പോർഷൻ. ഇതിലെവിടെ നിന്നാണ് ഈ 3 വന്നത്? നോക്കിയേ, ബേസിലൊരു സർക്കുലർ പോർഷൻ ഉണ്ട്, അതൊരു ഫേസ് എന്ന് പറയാമല്ലോ. ബേസിലൊരു ഫേസ്, ഒരു മുഖം, മേളിലൊരു മുഖമുണ്ട്, ഒരു ഫേസ്, സൈഡിലൊരു ഒറ്റ ഫേസ് ഉണ്ട്. അപ്പോൾ ഒരു സിലിണ്ടറിനാകെ എത്ര ഫേസസ് ഉണ്ട്? 3 ഫേസസ് ഉണ്ട്, 3 മുഖങ്ങളുണ്ട്. മുകളിലൊന്ന്, താഴെ ഒന്ന്, സൈഡിലൊന്ന്. അങ്ങനെയെങ്കിൽ അർദ്ധഗോളത്തിന് എത്ര മുഖങ്ങളുണ്ട്? വളഞ്ഞിരിക്കുന്ന ഒരു കർവ്ഡ് ഏരിയ ഉണ്ട്, ഒരു ചിരട്ട സങ്കല്പിക്കുക, വളഞ്ഞിരിക്കുന്ന ഒരു കർവ്ഡ് ഏരിയ ഉണ്ട്, അതൊന്ന്. ബേസിലൊരു സർക്കുലർ പോർഷൻ ഉണ്ട്, അത് 2. ഇവിടെ വരേണ്ട ഉത്തരം 2, ഓപ്ഷൻ ബി. ഇവിടെ ക്യൂബാണ് തരുന്നതെങ്കിൽ, അതായത് ക്യൂബാണ് തരുന്നതെങ്കിൽ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. ക്യൂബോയിഡ് തന്നാലും, ചതുരപ്പെട്ടി തന്നാലും, സമചതുരക്കട്ട തന്നാലും, ചതുരക്കട്ട തന്നാലും എത്ര തന്നെയാണ്? 6 തന്നെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിരമിഡ് തരാം, പിരമിഡും തരാം, കോണും തരാം. ഓക്കെ, പിരമിഡ് എന്ന് പറയുമ്പോൾ ഇത് പിരമിഡ്, ഇത് കോണ്. കോണെന്ന് പറയുമ്പോൾ വളഞ്ഞിരിക്കുന്ന ഒരു ഏരിയ, കർവ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ, അതുകൊണ്ട് ബേസിലൊരു സർക്കുലർ പോർഷനും ഉണ്ട്. സോ 2 ഫേസസ് ആണുള്ളത്. ഇനി പിരമിഡ് ആണെങ്കിൽ ബേസിലൊരു സ്ക്വയർ കാണും, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ. സ്ക്വയർ, ബേസിലൊരു സ്ക്വയർ കാണും, 4 സൈഡിൽ 4 ട്രയാങ്കിൾ കാണും. അപ്പോൾ 4 ട്രയാങ്കിൾസും ഉണ്ട്, ബേസിലൊരു സ്ക്വയറും ഉണ്ട്. 4 1 5 ഫേസസ്. ജസ്റ്റ് ഫേസസ് എത്രയൊക്കെ വരും, ഓരോ സോളിഡ്സിനും ഫേസസ് എത്രയൊക്കെ വരും എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ദ്വിമാന രൂപങ്ങൾ തരംതിരിച്ചെഴുതുക. ദ്വിമാന രൂപം എന്ന് പറയുമ്പോൾ 2D, 2 ഡയമെൻഷണൽ ഫിഗേഴ്സും, അതുപോലെ തന്നെ ത്രിമാന രൂപങ്ങൾ അഥവാ 3 ഡയമെൻഷണൽ ഫിഗേഴ്സും 2 തരത്തിലാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു പേപ്പറിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എല്ലാം എന്തായിരിക്കും? 2 ഡയമെൻഷൻ ആയിരിക്കും. അതായത് ലെങ്തും ബ്രെഡ്ത്തുമുള്ള എല്ലാ വസ്തുക്കളും 2 ഡയമെൻഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 3 ഡയമെൻഷനകത്ത് വരുന്ന പടങ്ങൾ, ക്യൂബ്, സോളിഡ്സ്, അതായത് പിരമിഡ്, കോണ്, ഇതെല്ലാം പേപ്പറിൽ വരയ്ക്കാൻ പറ്റത്തില്ലേന്ന് ചോദിക്കും. പറ്റും. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു റഫ് ഫിഗറല്ലേ വരയ്ക്കും. ഓക്കെ, ഇത് എക്സാക്റ്റ് ആയിട്ടാണോ നമ്മൾ വരച്ചത്? അതായത് അതിൻ്റെ ശരിക്കുമുള്ള രൂപത്തിലാണോ നമ്മൾ വരച്ചത്? അല്ല, ശരിക്കും രൂപം എന്ന് പറയുമ്പോൾ ഒരു ലെങ്ത് കാണും, ഒരു ബ്രെഡ്ത്ത് കാണും, അതിനൊരു ഹൈറ്റ് കാണും, ഇല്ലേ? ഈ 3 അളവുകൾ വേണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ 3D, അല്ലാതെ ഇങ്ങനെ സ്ക്വയർ, സർക്കിള്, ട്രയാങ്കിള് ഇങ്ങനെയൊക്കെ വരുന്നത് എല്ലാം 2D. ഇനി കുറച്ചുകൂടെ വേറെ രീതിയിൽ എക്സാക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനിഷനായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രൂപം, ഒരു പോളിഗണോ എന്തോ ഒരു രൂപം, അതിനെ എനിക്ക് സോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് 2 അളവുകൾ, അതിനെ വരയ്ക്കാനായിട്ടോ അതിനെ നിർമ്മിക്കാനായിട്ടോ എന്തിനെങ്കിലും 2 അളവുകളെ ആവശ്യമുള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് 2D. ഒരു സ്ക്വയർ എടുത്താൽ ലെങ്തും ബ്രെഡ്ത്തും, ഒരു ട്രയാങ്കിൾ എടുത്താൽ ബേസും ഹൈറ്റും, ഇങ്ങനെയല്ലേ വരുന്നത്. ഒരു വസ്തുവിന് 2 അളവുകളെ ഉള്ളൂ എങ്കിൽ അതെന്തിൽ വരും? 2Dയിൽ വരും. ഇനി ഒരു വസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ മിനിമം 3 പേര് വേണമെങ്കിൽ അതിനെ 3Dയിൽ പറയാം. ഇപ്പോൾ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3 പേര് വരത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ള അളവുകൾ നമുക്ക് 3D എന്ന് പറയാം. ഇവിടെ നോക്കിയേ, വൃത്തം ഒരു 2 ഡയമെൻഷണൽ ഫിഗറാണ്, ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റും. സ്തൂപിക എന്ന് പറയുമ്പോൾ, വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ എന്താണ്? കോണാണ്, കോൺ. ഓക്കെ, അടുത്ത് സപ്തഭുജം. സപ്തഭുജം എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 സൈഡുള്ള രൂപം. ഷഡ്ഭുജം 6 സൈഡുള്ള രൂപം. ഓക്കെ, അപ്പോൾ എണ്ണങ്ങൾ അറിയിക്കുക. 3 സൈഡ് വരുമ്പോൾ ത്രികോണം, 4 സൈഡ് വരുമ്പോൾ ചതുർഭുജം, 5 സൈഡ് വരുമ്പോൾ പഞ്ചഭുജം, 6 സൈഡ് വരുമ്പോൾ ഷഡ്ഭുജം, 7 സൈഡ് വരുമ്പോൾ സപ്തഭുജം, 8 സൈഡ് വരുമ്പോൾ അഷ്ടഭുജം. ഇങ്ങനെയൊക്കെയാണ് പേരുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്തഭുജം, ഷഡ്ഭുജം, വൃത്തം ഇതെല്ലാം 2 ഡയമെൻഷണൽ ഫിഗേഴ്സാണ്. ഒരു പേപ്പറിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഒന്നുമില്ല, ലെങ്ത് ബ്രെഡ്ത്തൊക്കെ മാത്രമേ ഉള്ളൂ. വൃത്തസ്തൂപിക എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദ്വിമാന രൂപങ്ങൾ തരംതിരിച്ചെഴുതുക. 1 2 4, 1 2 4. ഇതാ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ഉത്തരം. നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് അങ്ങനെ പോവാം. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 + 3 - 4 എത്ര? 14. 14 പ്ലസ് എന്നാൽ ഇൻറ്റു
3 മൈനസ് എന്നാൽ പ്ലസ് 4. 14 × 3 10 × 3 30 4 × 3 12 30 12 42. 42 + 4 ഉത്തരം 46. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സ്കൂൾ ക്ലാസ്സിലെ പരീക്ഷ അല്ല എഴുതുന്നത്. എല്ലാ ആൾക്കാരും ഇവിടെ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 42 4 കൂട്ടിയാൽ 46 ആണെന്ന് അറിയാം. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 46 എന്ന് എഴുതും, അടിയിൽ 2 വരയൊക്കെ വരയ്ക്കും, എന്നിട്ട് വേണമെങ്കിൽ ഒരു വട്ടമൊക്കെ വരച്ച് വയ്ക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകും, അവിടെ നിന്ന് ഉത്തരം എടുക്കും. അങ്ങനെ ഒരു പ്രൊസീജിയർ എല്ലാവർക്കും ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ ഇവിടെ ശരിക്കും ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ പറയുന്ന ഒരു നിസ്സാര സമയമല്ലേ വേസ്റ്റ് ആവുന്നുള്ളൂ. ചില ആളുകൾക്ക് സമയം തികയുന്നില്ല എന്നൊക്കെ പറയും. GK ഇങ്ങനെ ആലോചിച്ചിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കുറേ സമയം പോയിട്ട് അവസാനം മാത്സ് എടുത്ത് നോക്കിയാൽ മാത്സ് ചെയ്തേക്കാൻ സമയം കിട്ടൂല. ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒരു 3 സെക്കൻഡ് ആയിരിക്കും അല്ലേ. അങ്ങനെ 10 ക്വസ്റ്റ്യനിൽ 3 സെക്കൻഡ് വെച്ച് 30 സെക്കൻഡ്, അതായത് അര മിനിറ്റ് നമ്മൾ സേവ് ചെയ്യൂലേ. ഒരു 3 സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനിൽ സേവ് ചെയ്താൽ തന്നെ അര മിനിറ്റ് സേവ് ആവും. അര മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ചോദ്യം വായിച്ച് അതിനെ മനസ്സിലാക്കാനുള്ളൊരു സമയമുണ്ട്. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും ഈ 30 സെക്കൻഡ് അത് പറ്റുമായിരിക്കും അല്ലേ, നമുക്ക് അറിയാമെന്നുള്ളൊരു ചോദ്യമായിരിക്കും അവസാനം ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള രീതികൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഇവിടെ വെച്ച് നമുക്ക് 46 ആണെന്ന് അറിയാം, മതി, അറിഞ്ഞാൽ മതി. നമ്മൾ ഓപ്ഷനിലോട്ട് വന്നു, കറുപ്പിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. 6-6-6 = 30. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. 6 - 6 വരും. 6 - 6 ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. 0 പിന്നെ എന്ത് ചെയ്താലും 6 കൊണ്ട് എന്ത് ചെയ്താലും എന്താവില്ല, 30 ആവില്ല. ഒന്നാമത്തെ ഓപ്ഷൻ വേണ്ട. അവിടെയും ചെയ്തുകൊണ്ടിരുന്ന സമയം കളയുന്നവരുണ്ട്. 6 - 6 + 6 6 - 6 0 0 + 6 = 6 എന്നൊക്കെ ചെയ്തുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒന്നും പോകരുത്. നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ 6 × 6 ഇല്ലേ, ആദ്യം ഇൻറ്റു അല്ലേ. 6 × 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 36. ഇനി ഞാനിവിടെ എഴുതിയെന്നേ ഉള്ളൂ, അത് നിങ്ങൾക്ക് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്വയം നമുക്കറിയാമല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ചെയ്യുന്നതെന്ന്, അത് മൈൻഡിലുണ്ടായിരുന്നാൽ മതി. 6 × 6 36, അടുത്ത ചിഹ്നം മൈനസ്. അപ്പോൾ -6 36 - 6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 30. അപ്പോൾ എൻ്റെ ഉത്തരം സാറ്റിസ്ഫൈ ആകും. അങ്ങനെയെങ്കിൽ ഇൻറ്റു മൈനസുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ആദ്യം ഇൻറ്റു, രണ്ടാമത് മൈനസ്. ഇനി ഇത് ശരിയായി കഴിഞ്ഞാൽ മൂന്നാമത്തതും നാലാമത്തതും ചുമ്മെങ്കിലും ചെക്ക് ചെയ്ത് കളയാം എന്ന് പറഞ്ഞുകൊടുക്കുന്ന സമയം കളയല്ലേ. അടുത്ത ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ ഇതിനെ വായിക്കാനായിട്ടൊന്നും ശ്രമിക്കരുത്. OMIEXY അത്രയും മതി എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? അല്ലാതെ ഇവിടെ ഇതെന്തോ ഒരു വാക്കാണ്, ഇതിൻ്റെ മീനിങ് അറിയത്തില്ലല്ലോ, അങ്ങനെയും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അവരേതോ ഒരു ലോജിക്കിൽ അവരങ്ങ് സോൾവ് ചെയ്തു. നമ്മൾ പോലീസ് എന്ന വാക്ക് എഴുതി, പോലീസ്. അതുപോലെ തന്നെ OMIEXY. ഓക്കെ, പോലീസ് എങ്ങനെ ഈ വാക്കിലോട്ട് മാറി? ഇവിടെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഓക്കെ, തന്നിരിക്കുന്ന ലെറ്ററുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. O കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്ററാണ് P, +1 ചെയ്താൽ മതി ഇല്ലേ. MNOP. അടുത്ത് MNO രണ്ടാമത്തെ ലെറ്റർ. ഓക്കെ, EFGHJKL MNO. എമ്മിനോട് 2 കൂട്ടുമ്പോൾ ഓയിലെത്തും. അങ്ങനെയെങ്കിൽ IJKL മൂന്നാമത്തെ അക്ഷരമാണ് L, +3. ഓക്കെ, അതുപോലെ EFGHI നാലാമത്തെ അക്ഷരമാണ് I. പാറ്റേൺ കിട്ടിയില്ലേ, ഒന്നാമത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം, മൂന്നാമത്തെ അക്ഷരം, നാലാമത്തെ അക്ഷരം. അങ്ങനെയെങ്കിൽ X കഴിഞ്ഞാൽ X Y Z A B C അഞ്ചാമത്തെ അക്ഷരം. ഈ പാറ്റേൺ വേണ്ടി റിപ്പീറ്റ് ആകും കേട്ടോ. X കഴിഞ്ഞിട്ട് Y Z, അയ്യോ തീർന്നു പോയി എന്ന് പറയല്. Z കഴിഞ്ഞ് വീണ്ടും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, A നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിങ്ങനെ 13 ലെറ്റർ ഇങ്ങനെ എഴുതിയില്ലേ, A നിന്ന് M വരെ ഇവിടെ പോകും, അടുത്ത് N ഇവിടെ വരും, N നിന്ന് Z ഇവിടെ വരും, വീണ്ടും Aയിൽ പോകും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ Y കഴിഞ്ഞാൽ എത്രാമത്തെ അക്ഷരം, 6ാമത്തെ അക്ഷരം. ഇനി നമ്മൾ പാറ്റേൺ കണ്ടുപിടിച്ചു. നമുക്ക് ഇയാളെ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ഇയാളെ കണ്ടുപിടിക്കാം. ലെറ്റർ വെച്ച് കൂട്ടി എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഇയാളല്ലേ, പോലീസിൽ നിന്ന് എങ്ങനെ ഈ വാക്കിലോട്ട് എത്താം? Oയിൽ നിന്ന് Pയിലെത്താൻ 1 കൂട്ടണം, അപ്പോൾ തിരിച്ചു വരാൻ എന്ത് ചെയ്യണം, 1 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 2 കുറയ്ക്കണം. ഇവിടെ എന്ത് ചെയ്യണം, 3 കുറയ്ക്കണം. ഇവിടെ 4 കുറയ്ക്കണം, ഇവിടെ 5 കുറയ്ക്കണം, ഇവിടെ 6 കുറയ്ക്കണം. ഓക്കെ, ഇനി നമ്മുടെ വാക്ക് നോക്കാം, ലേബർ. ഇവിടെ ആദ്യത്തെ 2 അക്ഷരം വൈയും 2 അക്ഷരം കെയിലും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം 1 കുറയ്ക്കണം. കെ കഴിഞ്ഞാണ് L,
കെയോട് 1 കൂട്ടിയാൽ എല്ല് കിട്ടും. അപ്പോൾ എല്ലിൽ നിന്ന് 1 കുറച്ചാൽ കെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ കെ. ഓപ്ഷൻ ബിയും കളയാം, ഓപ്ഷൻ ഡിയും കളയാം. എയോ സിയോ രണ്ടിലേതോ ഒന്നാണ്. എല്ലാവരെയും നോക്കണ്ട. കെ ഇവിടെയും ഉണ്ട്, കെ ഇവിടെയും ഉണ്ട്. രണ്ടാമത്തെ ലെറ്റർ നോക്കാമല്ലോ. ഇവിടെ എന്ത് ചെയ്യണം? 2 കുറയ്ക്കണം അല്ലേ? എയിൽ നിന്ന് 2 കുറച്ചാൽ വൈ കഴിഞ്ഞ് ഇസഡ് എ. ഓക്കെ, അപ്പോൾ വൈ കഴിഞ്ഞ് ഇസഡ് എ 2 കൂട്ടുമ്പോൾ എ കിട്ടും. അപ്പോൾ എയിൽ നിന്ന് 2 കുറച്ചാൽ വൈ. കെ കഴിഞ്ഞ് വൈ, രണ്ടാമത്തെ അക്ഷരം വൈ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്ന സമയം കളയരുത്. കെ വൈ വൈ കെ പി എൽ അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. ബാക്കിയുള്ള ആൾക്കാരെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏത്? അപ്പോൾ എയിൽ തുടങ്ങുന്ന വാക്കുണ്ടോ? ഇല്ല. ബി ഉണ്ടോ? ഇല്ല. സി ഉണ്ട്. അപ്പോൾ സിയിൽ തുടങ്ങുന്ന 2 വാക്കുകളുണ്ട്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ആദ്യം. അപ്പോൾ മിഡിലും ആദ്യം വരില്ല, ഗ്രണ്ടും ആദ്യം വരില്ല. ഇനി സി, ഫസ്റ്റ് ലെറ്റർ സി. അപ്പോൾ അത് ഞാൻ കളയാം. അത് കഴിഞ്ഞിട്ട് HIJKL, ഹെച്ച് കഴിഞ്ഞ് എല്ല് വരത്തുള്ളൂ. അപ്പോൾ ഹെച്ച് ആദ്യം വരും, എല്ല് രണ്ടാമത്. അപ്പോൾ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇക്വലൻറ്റുമായി ബന്ധമില്ലാത്തത് ഏത്? ഇക്വിറ്റി, ഈക്വൽ, ടെയിൽ, ലെൻഡ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇക്വിറ്റിയുടെ മീനിങ് എടുക്കും, ഈക്വലിൻ്റെ മീനിങ് എടുക്കും, ടെയിലിൻ്റെയും ലെൻഡിൻ്റെയൊക്കെ മീനിങ് എടുക്കും. എന്ന് നോക്കുമ്പോൾ ടെയിൽ എന്ന് പറഞ്ഞാൽ കഥയല്ലേ, ഇക്വലൻറ്റുമായിട്ട് ബന്ധം കാണില്ല. ടെയിൽ കഥ, ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ തുല്യം എന്നൊക്കെയുള്ള ഏകദേശം മീനിങ് അല്ലേ. അപ്പോൾ ഈക്വൽ ശരിയായിരിക്കും, ലെൻഡ് ശരിയായിരിക്കും. കാരണം നമ്മൾ പ്രോപ്പറായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല. ഇവിടെ അതൊന്നും അല്ല ലോജിക്ക്. നോക്കിയേ, ഇതിനകത്ത് ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് അതൊക്കെ ഇതിനകത്തുണ്ടോ അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചിട്ടില്ല, ബന്ധമില്ലാത്തത് ഏതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ആദ്യം ബാക്കിൽ നിന്ന് പോകാം. LENT ലെൻഡ്. LENT 4 അക്ഷരം അവിടെ ഉണ്ടല്ലോ. ലെൻഡ്, ലെൻഡ്. ഓക്കെ, ലെൻഡ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉണ്ട്. അടുത്ത് ടെയിൽ എന്ന് പറയുന്ന വാക്ക് എടുക്കാം. ടി ഉണ്ട്, എ ഉണ്ട്, എൽ ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ ടെയിലും അവിടെ ഉണ്ട്. അടുത്ത് ഈക്വൽ എടുക്കാം. EQUAL, ഈക്വലും അതിനകത്തുണ്ട്. ഇക്വിറ്റി എടുക്കാം. ഇക്വിറ്റി എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു വൈ കിടപ്പുണ്ട്. ആ വൈ അവിടെ ഇല്ല, ഇതിനകത്തില്ല. അപ്പോൾ ഇക്വിറ്റിയാണ് ഈ വാക്കുമായിട്ട് ബന്ധമില്ലാത്തത്. ഇവിടെ ചെയ്തേക്കുന്നത് ഈ വാക്കിനകത്തുനിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് വാക്കുകളാണിത്. മീനിങ് വെച്ചിട്ടല്ല, ലെറ്റേഴ്സ് വെച്ചിട്ട്. അടുത്ത ചോദ്യം, ബന്ധം കണ്ടുപിടിക്കാം. കാർഡിയോളജി, ഹൃദയം. കാർഡിയോളജി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെ നെഫ്രോളജി എന്തിനെക്കുറിച്ചുള്ള പഠനം? വൃക്കകളെക്കുറിച്ചുള്ള പഠനം. നമ്മൾ GK പഠിക്കുന്നതല്ലേ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? ചെമ്പ്, അൽനിക്കോ, അലുമിനിയം, ഇരുമ്പ്. ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അൽനിക്കോ എന്ന് പറയുന്നത് ചെമ്പെന്ന് പറയുന്ന ഒരു ലോഹം, അലുമിനിയം ഒരു ലോഹം, ഇരുമ്പെന്ന് പറയുന്ന ഒരു ലോഹം. പക്ഷെ അൽനിക്കോ എന്ന് പറയുന്നത് ഒരു ലോഹസങ്കരമാണ്. ലോഹസങ്കരം എന്ന് പറയുമ്പോൾ കുറച്ച് പല ടൈപ്പ് ലോഹങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു സംഭവം. അലുമിനിയവും നിക്കലും കൊബാൾട്ടും ഒക്കെ ചേർന്നതാണ് അൽനിക്കോ. ഓക്കെ, അപ്പോൾ ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഏതാണ്? അൽനിക്കോ. കാരണം ബാക്കി 3 പേരും ലോഹമാണ്. അൽനിക്കോ എന്ന് പറയുന്നത് ലോഹസങ്കരമാണ്. അടുത്ത ചോദ്യം, വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക. ഒരു നമ്പർ, ഒരു ലെറ്റർ, വീണ്ടും ഒരു നമ്പർ. അതാണ് പാറ്റേൺ. നമ്പർ ലെറ്റർ നമ്പർ, നമ്പർ ലെറ്റർ നമ്പർ, നമ്പർ ലെറ്റർ നമ്പർ, നമ്പർ ലെറ്റർ നമ്പർ. എല്ലാവർക്കും അതുപോലെ തന്നെ. ഓപ്ഷനിലും അത് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ലെറ്റർ ഏത് വരുമെന്ന് നോക്കാം. നമുക്ക് 3 ഓപ്ഷൻ യുയിലാണ്, 1 ഓപ്ഷൻ വിയിലാണ്. നമ്മൾ ഈ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് അടുത്ത ലെറ്റർ വി ആണ് വരുന്നതെങ്കിൽ, അതായത് യു അല്ല വരുന്നതെങ്കിൽ നമുക്ക് ഒരു 3 പേരെയും കളഞ്ഞ് ഡി തന്നെ കറപ്പിക്കാം. വെറുതെ സമയം കളയണ്ട. അപ്പോൾ നോക്കാം, ZYXW V. അപ്പോൾ അടുത്ത് ആര് വരും? യു വരും. ABCD ബാക്ക് റിവേഴ്സ് ഓർഡറിൽ എടുത്തേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഡി അല്ല, കാരണം അടുത്ത് വി ആയിരുന്നു. അപ്പോൾ വീണ്ടും പണിയായി. 3 പേരുണ്ട്. അതിൽ 3 പേരിൽ ലാസ്റ്റ് ലെറ്റർ വേണമെന്ന് നോക്കാം. പക്ഷേ ഇവിടെയും 15, ഇവിടെയും 15. അപ്പോൾ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവും. നമുക്ക് ഫസ്റ്റത്തെ നോക്കാമല്ലോ. ഇവിടെ 27, 47, 45. ഇവിടെ ഫസ്റ്റ് ആര് വരുമെന്ന് നോക്കാം. 2, 7 14 23 34 എങ്ങനെ മാറുന്നു? ഓക്കെ, ഇവിടെ 2 എത്ര കൂടുമ്പോൾ 7 ആവും? 5 കൂടുമ്പോൾ 7 ആവും. 7നോട് എത്ര കൂട്ടിയാൽ? 7 കൂട്ടിയാൽ 14 ആവും. 14നോട് 23 ആവാൻ 9 കൂട്ടണം ഇല്ലേ? ഞാൻ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുക്കുവാണ്. 2, 7, 14, 23, 34 എന്ന് പറയുന്ന ഫസ്റ്റത്തെ ലെറ്റേഴ്സ് മാത്രം എടുക്കുവാണ്.
2നോട് 5 കൂട്ടിയാൽ 7 ആവും, 7നോട് 7 കൂട്ടിയാൽ 14 ആവും, 14നോട് 9 കൂട്ടിയാൽ 23 ആവും, 23നോട് 11 കൂട്ടിയാൽ 34 ആവും. നമ്പേഴ്സ് നോക്കിക്കേ, 5, 7, 9, 11 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത് ആര് കൂടും? 13 കൂടും. 34നോട് 13 കൂട്ടിയാൽ 10 കൂട്ടിയാൽ 44, 3 കൂട്ടിയാൽ 47. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നടുക്ക് യുവും ഫസ്റ്റ് 47 വരുന്ന ഈ ഒരൊറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. ഇവിടെ യു 45 ഇവിടെ യു 27 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് പോയാലും എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും നോക്കൂല. നമ്മളിങ്ങനെ ഈ പാറ്റേൺ എഴുതി ഈ 3 പേരെ എല്ലാവരെയും കണ്ടുപിടിച്ചതിന് ശേഷമേ നമ്മൾ എവിടെയൊക്കെ നോക്കത്തുള്ളൂ, ഓപ്ഷനിലോട്ട് നോക്കത്തുള്ളൂ. ആ ഒരു പാറ്റേൺ ഒന്ന് മാറ്റിയെടുക്കണം. നമ്മൾ ആദ്യം ഓപ്ഷൻ കാണുക, ഓപ്ഷൻ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പല ചോദ്യങ്ങളും ഓപ്ഷൻ കാണുമ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടും. ഈ ലോജിക്ക് വർക്ക് ആവത്തില്ല, അല്ലെങ്കിൽ ഈ ലോജിക്ക് വർക്ക് ആവും എന്നൊക്കെയുള്ളൊരു പാറ്റേൺ കിട്ടും. ആദ്യം എന്ത് നോക്കുക, ഓപ്ഷൻ നോക്കുക, എന്നിട്ട് മാത്രമേ ബാക്കിയിലോട്ട് പോകാവൂ. അടുത്ത ചോദ്യം, ഈ പല ചോദ്യങ്ങൾ കാണുമ്പോൾ ലോജിക്കലി പൊട്ടത്തെറ്റല്ലേ എന്ന് തോന്നും. പൊട്ടത്തെറ്റാണ്. ഇങ്ങനെ സാധാരണ ലോജിക്ക് വെച്ച് നമുക്ക് പൊട്ടത്തെറ്റാണ്. പക്ഷെ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് നിന്ന് നോക്കാം. ആ ടോപ്പിക്കിൽ നോക്കുമ്പോൾ അതെല്ലാം ശരിയാണ്. 2 = 0 ഇതാണ് ഞാൻ പറയാൻ കാരണം. 2 = 0 രണ്ടൊരിക്കലും എന്താവത്തില്ല, 0 ആവത്തില്ല. പക്ഷെ അവർ പറഞ്ഞേക്കുന്നു 2 = 0, 3 = 3, 4 = 6, 5 = 9. എന്നാൽ 7 = എത്ര? ഇവിടെ 2, 3, 4, 5, 6 പറഞ്ഞിട്ടില്ല, 7. ഓക്കെ, 2, 3, 4, 5, 6 വരണം, 6 പറഞ്ഞിട്ടില്ല, 7 തന്നേക്കുന്നത്. അത് പറയാനൊരു റീസൺ ഉണ്ട്. നോക്കിയേ, ഇവിടെ നോക്കും നമ്മൾ 0, 3, 6, 9 എന്ത് ചെയ്തേക്കുന്നു, 3 വെച്ച് കൂടി പോയേക്കുന്നു ഇല്ലേ. അപ്പോൾ 9നോട് 3 കൂട്ടിയാൽ എത്രയെന്ന് കിട്ടും? 12 കിട്ടും. നമ്മൾ ഓപ്ഷൻ സി പെട്ടെന്ന് ചാടിക്കയറി കറപ്പിക്കും, ഉത്തരം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ഉത്തരം തെറ്റി. കാരണം 2ന് 0, ഇവിടെ 3, ഇവിടെ 6, ഇവിടെ 9, 3 വെച്ച് കൂടുന്നു. ശരി, 9നോട് 3 കൂട്ടിയാൽ 12 വരും. അത് ആർക്കുള്ളതാണ്? 6-നുള്ളതാണ്. വീണ്ടും ഒരു 3 കൂട്ടിയാൽ 15 വരും. അതാണ് 7-ന് തുല്യം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. ഓക്കെ, നമ്മളിതൊന്നും ഓർക്കത്തില്ല. 2, 3, 4, 5, 7. അപ്പോൾ 0, 3, 6, 9 അടുത്ത പെട്ടെന്ന് 12. അങ്ങനെ എടുക്കരുത്. എപ്പോഴും ശ്രദ്ധിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക. ഒരു വേണമെങ്കിൽ ഇങ്ങനെ സൈഡിലോട്ടൊന്ന് എഴുതി നോക്കാം. എഴുതി നോക്കിയിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം വീണ്ടും നോക്കുമ്പോൾ ഒരു പൊട്ടത്തെറ്റ്. 32 × 43 ചെയ്തപ്പോൾ 2334 കിട്ടി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അടുത്ത് 2 പേരെ വീണ്ടും ഗുണിച്ചു. 47 × 67 = 74, 76 വന്നു എന്നും പറഞ്ഞേക്കുന്നു. അതുകൊണ്ട് ഇവിടെ 32 × 43 ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ചെയ്തു നോക്കും, ഇത് ശരിയാണോ എന്നൊന്ന് ചെയ്തു നോക്കും. 32, 43 കൂടെ സൈഡിൽ എഴുതി ഗുണിച്ച് നോക്കും. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ക്ലാസ് കേട്ട് തീർന്നതിന് ശേഷം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞ് തീർന്നതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കരുത്. ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ കിടക്കുന്ന സമയത്ത്, കാണുന്ന സമയത്തൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളത്. ഇവിടെ നോക്കിയേ, 32 × 43 ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടും എന്നവർ പറഞ്ഞേക്കുന്നു. നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 32 × 43 ചെയ്യുമ്പോൾ 3 × 2 6. ബാക്കി ഇങ്ങോട്ട് ഏതൊക്കെ സംഖ്യകൾ വരും? വൺസ് പ്ലേസിൽ ആരാണ് വന്നത്? 6. ബാക്കി ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ വൺസ് പ്ലേസിൽ 6 ആണോ? അപ്പോൾ ഇവരെ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണോ അത്? അല്ല. എന്നിട്ട് ഇതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7 × 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 49. വൺസ് പ്ലേസിലുള്ള ആൾക്കാരെ തമ്മിൽ ഗുണിക്കുമ്പോൾ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് കിട്ടും. 7 × 7 ചെയ്യുമ്പോൾ 49. അതിൽ 9 അല്ലേ അവസാനം? പക്ഷേ ഇവിടെ 9 ആണോ അവസാനം? അല്ല. അപ്പോൾ അത് ഗുണിച്ച് നോക്കി ശരിയാണോ എന്ന് ചെക്ക് ചെയ്യരുത്. അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇത്രയും മാത്രമേ നോക്കാവൂ. വൺസ് പ്ലേസുകളെ ഗുണിച്ച് നോക്കുമ്പോൾ വൺസ് പ്ലേസ് കിട്ടുന്നുണ്ടോ നോക്കുക. അത് നോക്കിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ അവിടെ വെച്ചങ്ങ് അതൊക്കെ കളയുക. ഓക്കെ, വേറെന്തോ വഴിയാണ്. നമുക്ക് നോക്കാം. 32 ഇവിടെ 23. 32നെ തിരിച്ചെഴുതിയതല്ലേ 23. 43നെ തിരിച്ചെഴുതിയതല്ലേ 34. രണ്ടാമത്തേൽ ശരിയാണോ നോക്കാം. 47നെ തിരിച്ചെഴുതിയാൽ 74. 67നെ തിരിച്ചെഴുതിയാൽ 76. ഓക്കെ, ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ്? 13നെ തിരിച്ചെഴുതിയാൽ 31, 72നെ തിരിച്ചെഴുതിയാൽ 27, 31, 27. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നമുക്ക് ജസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചിന്തിച്ചുകൂടെ, 32 × 43 PSC ചെയ്ത് നമുക്ക് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? നമ്മളില്ലെങ്കിൽ ചെയ്ത് ഗുണിച്ചെടുത്തൂലായിരുന്നോ? അപ്പോൾ വേറെ എന്തോ ഒരു പാറ്റേൺ അതിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ 2 നമ്പർ തന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തന്നേക്കുന്നതിനെ വീണ്ടും ഗുണിച്ച് നോക്കി അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കരുത്. അത്
100%, 99.9% ചോദ്യങ്ങൾ തെറ്റായിരിക്കും. 99 100% തെറ്റായിരിക്കും. കാരണം പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നേ വിചാരിക്കത്തുള്ളൂ. അതൊന്ന്. രണ്ടാമത്, ഇനി അങ്ങനെ നോക്കിയേ പറ്റത്തുള്ളൂ, നോക്കിയാലേ അടങ്ങത്തുള്ളൂ എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വൺസ് പ്ലേസുകളെ മാത്രം ഗുണിക്കുക. 2×3 ചെയ്യുമ്പോൾ 6 കിട്ടും. ഇവിടെ 6 ആണോ? അല്ല. 7×7 ചെയ്യുമ്പോൾ 49 കിട്ടും. ഇവിടെ 9 ആണോ? അല്ല. അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക, വേറെ രീതിയിൽ ചിന്തിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഡിവൈഡ് വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ അത്യാവശ്യം വലിയൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റുകളെല്ലാം കറക്റ്റായിട്ട് ഇടണം. 35, 20, 25, 15, 5. ഞാൻ നമ്പറുകൾ മാത്രം എഴുതി, ചിഹ്നങ്ങളൊന്നും ഉപയോഗിച്ചില്ല. നമ്പറുകൾ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി. 35 കഴിഞ്ഞ് എന്ത് കിടക്കുന്നു? ഇൻറ്റു. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കലനം. ഇവിടെ നോക്കുക, ഗുണനം എന്ന് പറയുമ്പോൾ ഇൻറ്റു, ഹരണം എന്ന് പറയുമ്പോൾ ഡിവൈഡ്, സങ്കലനം എന്ന് പറയുമ്പോൾ പ്ലസ്, വ്യവകലനം എന്ന് പറയുമ്പോൾ മൈനസ്. ഓക്കെ. 35 ഇൻറ്റുവിന് പകരം എന്താണ്? ഇൻറ്റു എന്ന് പറഞ്ഞാൽ സങ്കലനം. അടുത്തിവിടെ പ്ലസ്. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനം. അടുത്ത് 25 ഡിവൈഡ്. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡ് എന്ന് പറഞ്ഞാൽ വ്യവകലനം. അടുത്ത് മൈനസ്. മൈനസ് എന്ന് പറഞ്ഞാൽ ഹരണം. ആദ്യം ബ്രാക്കറ്റുകളെ, അകത്തുള്ള ബ്രാക്കറ്റിൽ സോൾവ് ചെയ്യുക. 35, 20, 55 ഇൻറ്റു 25 നിന്ന് 15 പോയാൽ 10 ഡിവൈഡ് ബൈ 5. ഓക്കെ. നമുക്ക് വെട്ടി ചെറുതാക്കി ചെയ്യാം. 5ഉം 55ഉം 11 പ്രാവശ്യം 11×10 ഉത്തരം 110. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, ഡാഷ് എന്ന വാക്ക് ഇൻ്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ നെഗ്ലക്റ്റ്, എൻ ഉണ്ട്, ഇ ഉണ്ട്, ജി ഉണ്ട്, എൽ ഉണ്ട്, ഇ ഉണ്ട്, സി ഉണ്ട്, ടി ഉണ്ട്. ഓക്കെ. അപ്പോൾ നെഗ്ലക്റ്റിനെ ഉണ്ടാക്കാൻ സാധിക്കും. ജെൻറ്റിൽ, GENTLE, അതും സാധിക്കും. ഇൻസൈറ്റ്, INCITE, അതും സാധിക്കും. ക്യാൻസൽ, CA ഇല്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സാധിക്കാത്ത വാക്ക് ക്യാൻസൽ. അടുത്ത, എക്സാമിനേഷനുമായി ബന്ധമില്ലാത്തത് ആര്? നേഷൻ, ദാ ഇവിടെ കിടപ്പുണ്ട്, അയാളുണ്ട്. എക്സാം, ദാ ഇവിടെ കിടപ്പുണ്ട്, അയാളും ഉണ്ട്. അടുത്ത് എക്സിറ്റ്, EXIT, അവിടെ ഉണ്ട്. നമുക്ക് അടുത്തത് വാക്കുകൂടെ ഒന്ന് നോക്കാം. ആക്ഷൻ, ആക്ഷൻ അവിടെ ഇല്ല, സി അവിടെ ഇല്ല. അപ്പോൾ ഈ 3 വാക്കുകൾ എന്തുണ്ട്? അതിനകത്തുണ്ട്. അത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതിനുള്ള റീസൺ, എക്സാം എന്ന് പറയുന്ന ഒറ്റ വാക്കായിട്ട് അതിനകത്തുണ്ട്, നേഷനും ഒറ്റ വാക്കായിട്ട് അതിനകത്തുണ്ട്. ചിലപ്പോൾ ഇനി അഥവാ എക്സിറ്റ് എന്ന് പറയുന്ന ഒറ്റ വാക്കായിട്ട് അവിടെ ഇല്ലല്ലോ, അപ്പോൾ അതാണോ ലോജിക്ക് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ 4ാമത്തെ വാക്കുകൂടെ ചെക്ക് ചെയ്തത്. ഓക്കെ. അപ്പോൾ ആക്ഷനിലെ സി അതിനകത്തില്ല, അപ്പോൾ ഇതല്ല ലോജിക്ക്. ഇനി അഥവാ ഇതിനകത്ത് ആക്ഷൻ എന്ന് പറയുന്ന ഒറ്റ വാക്കായിട്ട് ഉണ്ടായിരുന്നു എങ്കിൽ ഉത്തരം ഏതാവുമായിരുന്നു? എക്സിറ്റ് ആവുമായിരുന്നു. കാരണം എക്സിറ്റ് എന്ന് പറയുന്ന ഒറ്റ വാക്കായിട്ട് അതിനകത്തില്ല. ഓക്കെ. താഴെ പറയുന്നതിൽ വ്യത്യസ്തനാര്? പരുത്തി, ടെർലിൻ, കമ്പിളി, പട്ട്. നോക്കുമ്പോൾ തന്നെ അറിയാം ടെർലിൻ. കാരണം ബാക്കിയെല്ലാം എന്താണ്? നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? ടോർച്ച്, ബാറ്ററി, ഫോൺ, റേഡിയോ. ടോർച്ചും ഫോണും റേഡിയോയും എല്ലാം ഉപകരണങ്ങളാണ്. പക്ഷേ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. എവിടെ നിന്ന് കിട്ടും? ബാറ്ററിയിൽ നിന്ന് കിട്ടും. ഓക്കെ. ഒറ്റയ്ക്ക് നിൽക്കുന്നത് ബാറ്ററി. അടുത്തതായിട്ട് A = ന്യൂനം, അധികം, B = ന്യൂനം, C = ഗുണനം, D = ഹരണം. ഒരല്പം ലെങ്തിയാണ്, ഞാൻ നമ്പേഴ്സിനെ എഴുതുന്നു. 18, 14, 6, 16, 4. ഓക്കെ. C എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗുണനം. A എന്ന് പറഞ്ഞാൽ അധികം, B എന്ന് പറയുമ്പോൾ ന്യൂനം, D എന്ന് പറയുമ്പോൾ ഹരണം. ഒരറ്റം ചെയ്യാം. 16/4, 4 എന്ന് കിട്ടും. 18 × 14, 18 × 14, 18 × 10, 180, 18 × 4, 40, 32, 2, 7, 14, 15, 252. 252 + 6 - 4. 6ൽ നിന്ന് 4 പോയാൽ 2. 252 2 കൂട്ടിയാൽ 254.
ഇവിടെ ഞാൻ മൈനസ് ആദ്യം ചെയ്ത് ബോഡ് മാസ് റൂൾ പ്രകാരം അഡിഷൻ ചെയ്തതിന് ശേഷമേ മൈനസ് ചെയ്യാവൂ. പക്ഷെ നമുക്ക് ചെയ്യുന്ന ക്രിയക്കകത്ത് പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. ഇത് 2 + 3 - 5 + 7 ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻറ്റും ഡിവിഷൻ ഇല്ല. എങ്കിൽ ഏത് ഓർഡറിൽ ചെയ്താലും ഒരേ ഉത്തരം തന്നെ കിട്ടും. അതുപോലെ 2 × 3 ÷ 5 × 6 ഇങ്ങനെ ഇൻറ്റും ഡിവിഷനും മാത്രമേ ഉള്ളൂ. എങ്കിൽ ഏത് ഓർഡറിൽ ചെയ്താലും ഉത്തരം കിട്ടും. പ്ലസും മൈനസും മാത്രമേ ഉള്ളൂവെങ്കിൽ ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോ. ചെയ്യുന്നതിൽ എളുപ്പം ഏതോ അത് നോക്കി ചെയ്യുക. ഇൻറ്റും ഡിവിഷനും മാത്രം വന്നാലും അതുപോലെ തന്നെ. പക്ഷേ 2 + 3 × 2 ഇങ്ങനെ ഇൻറ്റുവും അഡിഷനും അല്ലെങ്കിൽ ഇൻറ്റുവും സബ്സ്ട്രാക്ഷനും അങ്ങനെ വരുമ്പോൾ ബോഡ് മാസ് റൂൾ വെച്ച് തന്നെ ചെയ്യാം. അടുത്ത ചോദ്യം 1 × 2 = 5. 1 × 2 = 5. 2 × 1 = 4 ആയാൽ 3 × 5 എത്ര? 1ഉം 2ഉം ഗുണിച്ചപ്പോൾ 5 കിട്ടി. 1 × 2 ചെയ്യുമ്പോൾ 5. എങ്ങനെ 5 കിട്ടും? രണ്ടാമത്തും കൂടെ നോക്കാം. 2 × 1 ചെയ്യുമ്പോൾ 4 കിട്ടി. അങ്ങനെയെങ്കിൽ 3 × 5 ചെയ്യുമ്പോൾ എത്ര? 1നോട് 2 ഗുണിക്കുമ്പോൾ 2, 2നോട് 3 കൂട്ടിയാൽ 5. നമുക്ക് രണ്ടാമത്തേൽ നോക്കാം. 2നോട് 1 ഗുണിക്കുമ്പോൾ 2, 2നോട് 3 കൂട്ടിയാൽ 4. ശരിയാവത്തില്ല, പാലോജിക്കല്ല. 1ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറും എടുത്ത് കൂട്ടി വെക്കാം. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 1 4 കൂട്ടുമ്പോൾ 5 കിട്ടും. താഴെ നോക്കാം. 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1 കൂട്ടുമ്പോൾ 5. ശരിയാവത്തില്ല. ഇനി വേറെ നോക്കാം. 1 × 2 എത്ര കിട്ടും? 2 കിട്ടും. ആ 2നോട് ഈ 2 കൂട്ടിയാൽ എത്ര കിട്ടും? 4 കിട്ടത്തുള്ളൂ. നമുക്ക് 1ഉം 2ഉം കൂട്ടിയാൽ 3. ഇവിടെ നമുക്ക് പാറ്റേൺ കിട്ടി. ഇൻറ്റു ആണ് ഇട്ടേക്കുന്നതെങ്കിലും ആഡ് ചെയ്യാനാണ് വേണ്ടത്. 1നോട് 2 കൂട്ടിയാൽ എത്ര? 3. 3നോട് ഈ 2നെ വീണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? 5 അല്ലേ? 1 + 2 + 2 5. താഴെ നോക്കാം. 2നോട് 1 കൂട്ടിയാൽ 3, വീണ്ടും 1 കൂട്ടിയാൽ എത്ര? 4. അത് ഇതിലൂടെ ചെയ്തേക്കുന്നത് ആദ്യത്തെ സംഖ്യ എഴുതി രണ്ടാമത്തെ സംഖ്യ 2 പ്രാവശ്യം എഴുതി. ആദ്യത്തെ സംഖ്യ എഴുതി രണ്ടാമത്തെ സംഖ്യ 2 പ്രാവശ്യം എഴുതി. അതേ ലോജിക്ക് ഇവിടെയും ആദ്യത്തെ സംഖ്യ എഴുതുക, രണ്ടാമത്തെ സംഖ്യ 2 പ്രാവശ്യം എഴുതുക. 5 5 10 3 13. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 2 3 5 7 11. ഉത്തരം ഏതാണ്? 13. ഇവിടെ ഏത് പാറ്റേൺ ആണ് എടുത്തത്? ഓഡ് നമ്പർ ആണോ എഴുതിയത്? അല്ല. 2 എന്ന് പറയുന്നത് എന്തല്ല? ഓഡ് നമ്പർ അല്ല. ഇനി 2 3 5 7 11 ഇതെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ 11 കഴിഞ്ഞാൽ അടുത്ത അഭാജ്യ സംഖ്യ 13. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു കോഡ് രീതിയിൽ എഡ്യൂക്കേഷനെ OPJUBDVEF എന്ന് എഴുതാമെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ വരുന്ന വാക്കുകളെല്ലാം ഒന്ന് എഴുതി നോക്കാം. ആദ്യം ലെറ്റർ സെയിം ആണോ നോക്കാം. 1 2 3 4 5 6 7 8 9 പേരുണ്ട്. 1 2 3 4 5 6 7 8 9 പേരുണ്ട്. രണ്ടിടത്ത് 9 പേര്. അപ്പോൾ ഇവിടെയുള്ള ഓരോ ലെറ്ററിനെയും ഇവിടെയുള്ള ഓരോരുത്തരാക്കി മാറ്റിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ. ഓക്കെ. അടുത്തതായിട്ട് OPJUBDVEF. ഇയെ O ആക്കണം, ഡിയെ P ആക്കണം, യുവിനെ J ആക്കണം, സിയെ U ആക്കണം, എയെ B ആക്കണം. നമുക്ക് അറിയാവുന്ന ഒരാളെയും തുടങ്ങാം. എയിലോട് 1 കൂട്ടിയാൽ B കിട്ടും. പക്ഷെ ബാക്കി ആരും ആ പാറ്റേൺ ഇല്ല. അപ്പോൾ എന്തായാലും അതല്ല. ഇനി നമ്മളിതിനെ തിരിച്ച് നോക്കാമല്ലോ. ഇതിനെ ഞാൻ തിരിച്ചെഴുതുവാണേ. FEVDBUJPO. ഇത് നോക്കിയേ. ഇയിലൂടെ 1 കൂട്ടിയാൽ F, EF, D കഴിഞ്ഞാൽ E, U കഴിഞ്ഞാൽ V, C കഴിഞ്ഞാൽ D, A കഴിഞ്ഞാൽ B, T കഴിഞ്ഞാൽ U, I കഴിഞ്ഞാൽ J. അതായത് ഇങ്ങനെയല്ല തന്നേക്കുന്നത്. അപ്പോൾ നോക്കുക, ഇയോട് 1 കൂട്ടി അവസാനം എഴുതി, ഡിയോട് 1 കൂട്ടി തൊട്ടിപ്പുറത്ത് എഴുതി, യുവിനോട് 1 കൂട്ടി ഇപ്പുറത്ത് എഴുതി, സിയോട് 1 കൂട്ടി ഇപ്പുറത്ത് എഴുതി, എയോട് 1 കൂട്ടി ഇവിടെ എഴുതി, ടിയോട് 1 കൂട്ടി ഇവിടെ എഴുതി. അതാണ് പാറ്റേൺ. അപ്പോൾ നമ്മുടെ വാക്ക് ഏതാണ്? കമ്പ്യൂട്ടർ അല്ലേ? COMPUTER. ഓക്കെ. സിയോട് 1 കൂട്ടിയാൽ D, O കഴിഞ്ഞാൽ P, M കഴിഞ്ഞാൽ N. ഇനി ഇത്രയും എഴുതിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൊത്തം എഴുതിക്കൊണ്ടൊന്നും സമയം കളയണ്ട. അവസാനം D വരണം, പിന്നെ P വരണം. അവസാനം D വരണം, പിന്നെ P വരണം. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6 കഴിഞ്ഞാൽ PQ, 6 കഴിഞ്ഞാൽ S വരണം.
കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ പി ക്യു ആർ എസ് കഴിഞ്ഞാൽ അടുത്ത് ടി വരണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇവിടുത്തെ ലാസ്റ്റ് ലെറ്ററിനോട് ഒന്ന് കൂട്ടിയാൽ ഫസ്റ്റ് ലെറ്റർ വരും. അപ്പോൾ എസ് കഴിഞ്ഞാൽ ടി വരും, ഓപ്ഷൻ എ. ഇനി നമ്മളിവിടെ ഫസ്റ്റ് ലെറ്റർ വെച്ച് ചെയ്ത് തുടങ്ങിയാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഈ പെട്ടെന്ന് ഉത്തരവെത്താൻ പാടായിരിക്കും. കാരണം ഇവിടെയും ടി വെച്ചൊരു വാക്കുണ്ട്, ഇവിടെയും ടി വെച്ചൊരു വാക്കുണ്ട്. പക്ഷേ ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് ഡി എന്ന് കിട്ടിയില്ലേ ലാസ്റ്റ് ലെറ്റർ. ലാസ്റ്റ് ഡി ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നോൺ നമ്മൾ നോക്കുമ്പോൾ KNOWN എല്ലാ അക്ഷരം അതിനകത്തുണ്ട്. അപ്പോൾ നോൺ എന്ന് പറയുന്ന വാക്ക് നിർമ്മിക്കാം. കോളേജ് സി ഇല്ല, അതുകൊണ്ട് നിർമ്മിക്കാൻ പറ്റില്ല. ലെഡ്ജർ ആർ അതിനകത്തില്ല, അപ്പോൾ നിർമ്മിക്കാൻ പറ്റത്തില്ല. ലോഡ്ജ് LODGE ലോഡ്ജ് അതും നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ നിർമ്മിക്കാൻ പറ്റുന്ന എത്ര വാക്കുകൾ കിട്ടി? 2 വാക്കുകൾ കിട്ടി. ഇനി രണ്ടും കൂടെ എന്തായാലും ഉത്തരമായിട്ട് വരത്തില്ല. അപ്പോൾ വീണ്ടും അവിടെ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നോക്കുക. LODGE ആ ലെറ്റേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അതിനകത്തുണ്ട്. ഇനി നോൺ എടുക്കാം, KNOWN എന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുത്താലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നോൺ എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ വാക്ക് നിർമ്മിക്കാനായിട്ട് എനിക്ക് ആരെയും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ഇനി ഈ വല്ലതും റിപ്പീറ്റ് ചെയ്യണമായിരുന്നെങ്കിലും 2 E അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ N ഒരെണ്ണേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു? 2 N വെച്ചുള്ള വാക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. നെഫ്രോളജി, മൈക്കോളജി, ആസ്ട്രോളജി, പാത്തോളജി. എന്താണ് ആസ്ട്രോളജി? ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ ജ്യോതിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ നെഫ്രോളജിയും മൈക്കോളജിയും പാത്തോളജിയൊക്കെ മനുഷ്യശരീരവുമായിട്ട് ബന്ധപ്പെട്ടത്, ബാക്ടീരിയ അങ്ങനെ അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവയവങ്ങൾ, മസിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതല്ലേ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. ഇതിൽ പച്ചയും നീലയും ചുവപ്പും എന്താണ്? പ്രൈമറി കളേഴ്സാണ്, പ്രാഥമിക വർണ്ണങ്ങൾ. മഞ്ഞ എന്ന് പറയുന്നത് സെക്കൻഡറി കളറാണ്, ദ്വിതീയ വർണ്ണമല്ലേ. ഓപ്ഷൻ ബി ആണ് ഒറ്റയാൻ ശരി ഉത്തരം. അടുത്തതായിട്ട് ചിഹ്നങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഈക്വൽ ടു ഡിവൈഡ്, ഡിവൈഡ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഈക്വൽ ടു ഇൻറ്റു, ഇൻറ്റു ഈക്വൽ ടു പ്ലസ്. അപ്പോൾ 48 പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് 16, ഡിവൈഡ് എന്ന് പറയുമ്പോൾ മൈനസ് 4, മൈനസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 2, ഇൻറ്റു എന്ന് പറയുമ്പോൾ പ്ലസ് 9. മാറ്റി കഴിഞ്ഞു. 48നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. മൈനസ് 4 × 2 8 പ്ലസ് 9. 3ൽ നിന്ന് 8 പോയാൽ മൈനസ് 5 പ്ലസ് 9. കുറയ്ക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. 9ൽ നിന്ന് 5 കുറച്ച് ഇല്ലേ, പ്ലസും മൈനസും വരുമ്പോൾ മൈനസ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 9ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 4. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? 11, 13, 15, 17. ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണ്. കാരണം 11, 13, 15, 17 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ 15 എന്ന് പറയുന്ന ആൾ ബാക്കിയുള്ള സംഖ്യകളെ നോക്കിയേ, 11, 13, 17 പ്രൈം നമ്പേഴ്സും കൂടിയല്ലേ. 15 പ്രൈം അല്ല. ഓപ്ഷൻ സി. ഓഡ് നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ല അവിടെ എടുത്തത്, പ്രൈം നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. മാത്സ് എന്ന് പറയുന്നത് സ്കൂൾ ക്ലാസ് മുതലേ നമ്മൾ കേട്ട് ശീലിച്ചതല്ലേ. മാത്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് തറവാകും. അത് തന്നെയാണ് ഇവിടെ. മാക്സിമം ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ലോജിക് ഉണ്ട്, ഇങ്ങനെയും എടുക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. റോഡ് കിലോമീറ്റർ, റോഡിൻ്റെ ദൂരം അളക്കുന്ന കിലോമീറ്ററിലാണ്. അങ്ങനെയെങ്കിൽ ശർക്കര അളക്കുന്നത് എന്തിലാണ്? കിലോഗ്രാമിൽ. കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചോദ്യം വരാം, ഗ്രാമിൽ അളന്നുകൂടെ എന്ന് ചോദ്യം വരാം. റോഡിനെ കിലോമീറ്ററിലും അളക്കാം, മീറ്ററിലും അളക്കാം, സെൻറ്റിമീറ്ററിലും അളക്കാം. പക്ഷേ അവിടെ മീറ്ററിലാണോ അളന്നത്? അല്ല, കിലോമീറ്ററിലല്ലേ അളന്നത്. അങ്ങനെയെങ്കിൽ അതിന് ഇക്വലൻ്റായിട്ട് ആരെന്നാണ് എൻ്റെ ചോദ്യം. ശർക്കര അളക്കാൻ ഏതേ പറ്റത്തുള്ളൂ? കിലോഗ്രാമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഇനി റോഡ് മീറ്റർ എന്നായിരുന്നു ചോദ്യമെങ്കിൽ ശർക്കരയ്ക്ക് ഉത്തരം ഏത് വരുമായിരുന്നു? ഗ്രാം വരുമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഏത്? സമചതുരം, ചതുരം, ത്രികോണം, ന്യൂനകോൺ. സമചതുരവും ചതുരവും ത്രികോണവും എല്ലാം എന്താണ്? പോളിഗണാണ്, ബഹുഭുജങ്ങളാണ്. ന്യൂനകോൺ എന്ന് പറയുന്ന ഒരു ആംഗിളാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നത് ന്യൂനകോൺ. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ക്യാറ്റിനെ 24 എഴുതാമെങ്കിൽ റാറ്റിനെ എങ്ങനെ എഴുതാം? നമ്മുടെ പൊസിഷൻ ആഡ് ചെയ്തതാണെങ്കിലോ നമുക്ക് നോക്കാം. BCDEFGHIJKLMNOPQRST. ടി വരെയുള്ള ആൾക്കാരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ബാക്കി എഴുതുന്നില്ല. ഇപ്പോൾ
ക്യാറ്റ് A1 C3 T എന്ന് പറയുന്നത് 13, 14, 15, 16, 17, 18, 19, 20ാമത്തെ ആൾ. 20, 1, 21, 3, 24 കിട്ടും. അങ്ങനെയെങ്കിൽ റാറ്റ് A1 T20 6 എത്രയാണ്? ഇത് 20എങ്കിൽ 19, 18. 18, 1, 19, 20, 30, 39. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 3:4:5 ഡബിൾ അല്ലെ പ്രൊപ്പോർഷണൽ ടു എന്നൊക്കെ പറയാം. 6:8. ഇവിടെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. 2:4 6:-- ഇങ്ങനെ തരുന്ന ചോദ്യങ്ങളിൽ ഇവിടെ നോക്കിയേ, ഒരു ചിഹ്നമേ ഉള്ളൂ, ഇവിടെ 2 ചിഹ്നമുണ്ട്. അതായത് ഇത് ഒരു സെറ്റ്, ഇത് അടുത്ത സെറ്റ് എന്നാണ് മീനിങ്. ഇവിടെ വരുമ്പോൾ 3 പേരെ കഴിഞ്ഞിട്ടാണ് 2 ചിഹ്നം കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ 3 പേര് ഒരു സെറ്റ്, അടുത്ത 3 പേര് അടുത്ത സെറ്റ്. നോക്കാം, 3 എങ്ങനെ 6 ഇരട്ടി എടുത്താൽ മതി, 4 എങ്ങനെ 8 ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ 5 ഇവിടെ എന്താവും? 10 ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 10, 102, 20 10 എങ്ങനെ 102 10ൻ്റെ സ്ക്വയർ എടുക്കാം. 10ൻ്റെ സ്ക്വയർ എടുക്കാം 100. അതിനോട് ഈ 2 ഞാൻ കൂട്ടാം. എത്ര കിട്ടും? 102. ഓക്കെ, അങ്ങനെയെങ്കിൽ 20ൻ്റെ സ്ക്വയർ എടുക്കാം. 20ൻ്റെ സ്ക്വയർ 400. 400നോട് ഈ 2 ഞാൻ കൂട്ടാം. 402. ഓപ്ഷൻ ബി ശരി ഉത്തരം. ഓക്കെ, സ്ക്വയർ എടുത്തു, ഈ 2 ഞാൻ കൂട്ടി, ഒരു 2 കൂട്ടി, സ്ക്വയർ എടുത്തു, 2 കൂട്ടി. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു ലോജിക് കൂടി കൊടുക്കാൻ പറ്റും. 404 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 10ൻ്റെ സ്ക്വയർ 100 എടുത്തു, 1ൻ്റെ ഇരട്ടി 2 അതിനെ ആഡ് ചെയ്തു 102 എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ 20ൻ്റെ സ്ക്വയർ 400, 2ൻ്റെ ഇരട്ടി 4 വരും, 404 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയർ എടുത്തു 2 കൂട്ടി എന്ന് പറയുന്ന ലോജിക്കിലാണെങ്കിൽ 102, 402. സ്ക്വയർ എടുത്തു, ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി എടുത്ത് കൂട്ടി എന്ന് ചിന്തിച്ചാൽ 102. ഇവിടെ 2ൻ്റെ ഇരട്ടി 4 കൂട്ടുന്നത്, അപ്പോൾ 404. നമ്മുടെ ഈ ചോദ്യത്തിൽ 402 ആയിരുന്നു തരം. ഇത് നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമുക്ക് 402 ആയിരുന്നു ഉത്തരം. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ലോജിക്ക് ഏതാണോ, അതായത് ഇങ്ങനത്തെ കൺഫ്യൂസിങ് നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ള ലോജിക്ക് അല്ലല്ലോ, നമ്മൾ അതിനകത്ത് വേറെ എന്തൊക്കെയോ ചെയ്തില്ലേ, അങ്ങനെ നമുക്ക് ആദ്യം വരുന്നത് ഏതോ, സിമ്പിളായിട്ട് ആദ്യം വരുന്ന ഏതോ അത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരത്തില്ല. ഇത് മുൻപ് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരാൾ നിൽക്കുന്നിടത്ത് നിന്നും നമ്മൾ മാക്സിമം പാറ്റേൺസ് ഫെമിലിയറൈസ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരാൾ നിൽക്കുന്നിടത്ത് നിന്നും തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു, അവിടെ നിന്നും പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ നടന്നു. ഒരാൾ നിൽക്കുന്ന ഒരു പോസ്റ്റ്, തെക്കോട്ട് 3 കിലോമീറ്റർ, ഡയറക്ഷൻ അറിയാമല്ലോ, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നാണ്. ഓക്കെ, അതൊരിക്കൽ ചോദിച്ച ചോദ്യം, അതേ പാറ്റേൺ ചോദിക്കൂല എന്നല്ല പറഞ്ഞത്. ഇതേ സെയിം നമ്മൾ ഇന്ന് ചെയ്ത് പഠിക്കുന്ന പാറ്റേൺ ഏത് തന്നെയാണോ അത് തന്നെ ചോദിക്കത്തുള്ളൂ എക്സാമിന്. ഓക്കെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അടുത്ത ചോദ്യം, ഒരാൾ നിൽക്കുന്നിടത്ത് നിന്നും തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു, തെക്കോട്ടേക്ക് 3 കിലോമീറ്റർ, അവിടെ നിന്നും പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ, പടിഞ്ഞാറെന്ന് പറയുമ്പോൾ അങ്ങോട്ടല്ലേ, അങ്ങോട്ടേക്ക് 4 കിലോമീറ്റർ. എന്നാൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള കുറഞ്ഞ ദൂരം, ഈ ദൂരം എത്ര? ഇവിടെ എനിക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയില്ലേ, ഇത് 3, ഇത് 4. അങ്ങനെയെങ്കിൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ, 9 പ്ലസ് 16 ഈക്വൽ ടു 25. ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ 25 ഹൈപ്പോട്ടനസ് ഈക്വൽ ടു 5. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഉത്തരം എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ ചില നമ്പേഴ്സ് ബേസിക്കായിട്ട് പാറ്റേൺ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഏതൊക്കെ? 3, 4 2 സൈഡായിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഏതേ വരത്തുള്ളൂ? 5 വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ മൾട്ടിപ്പിൾസും 3ൻ്റെ ഇരട്ടി 6 എടുത്തു, 4ൻ്റെ ഇരട്ടി 8 എടുത്തു. അങ്ങനെയെങ്കിൽ അടുത്ത് ഏതേ വരത്തുള്ളൂ? 10 വരത്തുള്ളൂ. 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9, 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12, അങ്ങനെയെങ്കിൽ 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15, 9, 12 എടുത്താൽ 15 വരത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ 3, 4, 5 എന്ന് പറയുന്ന സംഖ്യകളുടെ മൾട്ടിപ്പിൾസ് എടുത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? അത് തന്നെ വരും. അതൊരു പാറ്റേൺ. രണ്ടാമത് പഠിക്കേണ്ട പാറ്റേൺ
5ഉം 12ഉം വന്നാൽ അടുത്ത സംഖ്യ 13 ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവരുടെ മൾട്ടിപ്പിൾ 10, 24 വന്നാൽ 26. അങ്ങനെ ഇവരുടെ മൾട്ടിപ്പിൾസ്. ഓക്കെ, ഈ ഒരു നമ്പർ പാറ്റേൺ ഓർത്തിരിക്കുക, ഈ ഒരു പാറ്റേൺ ഓർത്തിരിക്കുക. അവരുടെ ഗുണിതങ്ങൾ വരുമ്പോൾ 2 പേരെ അറിയാമെങ്കിൽ പൈതഗോറസ് തിയറം ചിന്തിക്കരുത്. 2 പേരെ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആളിനെ പാറ്റേണിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് എടുക്കാം. ഇവിടെ ഉത്തരം 5, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 425, 230, 317, 165. ഇവിടെ ഒരാൾ ഈവൻ നമ്പറാണ് 230, പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഓഡ് നമ്പേഴ്സാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ നോക്കാം, 425 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 230നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ടെന്ന് എടുക്കേണ്ട, ഏതെങ്കിലുമൊക്കെ നമ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. 165നെയും ഏതെങ്കിലുമൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 317 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്, അതിനെ ആരെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഉത്തരം 317. ഓക്കെ, അടുത്ത ചോദ്യം, 2, 3, 5, 9 ഇവയിലെ ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 5 പ്രൈം നമ്പേഴ്സാണ്. 9 എന്ന് പറയുന്നത് എന്തല്ല, പ്രൈം നമ്പർ അല്ല. 9 ആണ് ശരി ഉത്തരം. ഓക്കെ, ഇനി ഇവിടെ ഈ ചോദ്യം നിങ്ങളെല്ലാവരും ഒരു ചോദ്യം ഇപ്പോൾ മനസ്സിൽ കാണും, 317 ഒരു പ്രൈം നമ്പർ അല്ല, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു വഴി പറഞ്ഞു തരാം. അത്ര വലിയ ഷോർട്ട് കട്ടൊന്നും അല്ല, എന്നാൽ അത്ര വലിയ കടുപ്പമുള്ള രീതിയും അല്ല. 317ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരുണ്ട്? അതായത് ഇപ്പോൾ 17ൻ്റെ സ്ക്വയർ 289, 18ൻ്റെ സ്ക്വയർ 324. ഇത് കൂടിപ്പോയില്ലേ? അപ്പോൾ ഇത് വേണ്ട. 17 എടുക്കാമല്ലോ. 317ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏത്? അതിൻ്റെ നമ്പർ എത്രയാണ്? 17. നിങ്ങൾ ചെയ്യേണ്ടത് 17ന് താഴെയുള്ള പ്രൈം നമ്പറുകളെ എഴുതുക. 2, 3, 5, 7, 11, 13. ഓക്കെ, ഈ ഓരോരുത്തരെ കൊണ്ടും ഇയാളെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇതിൽ ആരെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ നമ്പർ എന്താണ്? പ്രൈമാണ്. ഇപ്പോൾ തന്നയ്ക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക, അതാരാണ്? 17. 17ന് താഴെയുള്ള പ്രൈം നമ്പറുകളെ എഴുതുക. ആ നമ്പറുകളെ കൊണ്ട് ഇയാളെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാൻ നോക്കുക. പറ്റുന്നില്ല എങ്കിൽ, ആരെക്കൊണ്ടും പറ്റുന്നില്ല എങ്കിൽ എന്താണ്? പ്രൈമാണ്. എന്തായാലും ഇത് ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റത്തില്ല. അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 7, 3, 10, 1, 11, 1 കൂട്ടിയാൽ 2, 3 കൊണ്ട് പറ്റത്തില്ല. അവസാനം 5 വന്നില്ല, 5, 0 വന്നില്ല, അപ്പോൾ അതും പറ്റത്തില്ല. 1 വിട്ട സംഖ്യകൾ ഡിഫറൻസ് എടുക്കുമ്പോൾ 11 വരില്ല, അപ്പോൾ അതും പറ്റത്തില്ല. 13നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 26, 5, 57, 13 ടേബിളിലില്ല, അതും പറ്റത്തില്ല. അടുത്ത് 7 ലാസ്റ്റ് നോക്കാം. 7ൻ്റെ ഇരട്ടി 14, 31 കുറച്ചാൽ ടേബിൾ അല്ല, അപ്പോൾ 7 കൊണ്ടും പറ്റത്തില്ല. ആരെ കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ 317 പ്രൈമാണ്. അതൊക്കെ നമ്മൾ ക്ലാസ് ആയിട്ട് പറഞ്ഞ സമയത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടെ കണ്ടിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അടുത്തായിട്ട് റെക്റ്റാങ്കിൾ എന്ന വാക്കിനെ SFDUBOHMF എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അടുത്തൊരു കോഡാണ് തന്നിരിക്കുന്നത്. ഏത് വാക്കിനെ? ഇവിടെ നമുക്ക് എല്ലാ ലെറ്ററുകളും ഉണ്ടോ എന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 ലെറ്റർ അവിടെ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 ലെറ്റർ ഇവിടെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ലെറ്ററിനെയും കോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നോക്കാം. ഇവിടെ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും. ഓരോ ലെറ്ററിനെയും കോഡ് ചെയ്തിട്ടുണ്ട്. അതായത് കോഡിൽ എത്ര ലെറ്റർ ഉണ്ടോ അത്രയും ലെറ്ററിൻ്റെ ക്വസ്റ്റ്യനിലും കാണും. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര ലെറ്റർ ഉണ്ടോ അത്രയും ലെറ്ററിൻ്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവണം. ഇവിടെ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ തന്നിരിക്കുന്നത്. അതാണ് ഒരു ട്രിക്ക്. 1, 2, 3, 4, 5, 6, 7, 8 പേരാണുള്ളത്. ഇവിടെ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8. ട്രയാങ്കിളിൽ മാത്രമല്ലേ 8 പേരുള്ളൂ. ഇവിടെ 1, 2, 3, 4, 5, 6 പേരേ ഉള്ളൂ. ഇവിടെ 4 പേരേ ഉള്ളൂ. ഇവിടെ 5 പേരേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗിറ്റാർ ഈക്വൽ ടു 76 ആയാൽ സിത്താർ ഈക്വൽ ടു എത്ര? നമ്പറുകൾ എന്ത് ചെയ്തു? പൊസിഷൻ നമ്പർ ആഡ് ചെയ്തെടുത്തേക്കുന്നതാണ്. GHIJKLMNOPQRSTUVWXYZ. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 13 വെച്ച് രണ്ടാക്കുന്ന ഒരു പാറ്റേൺ. അതുപോലെ തന്നെ മറ്റൊരു പാറ്റേൺ 5 വെച്ച് രണ്ടാക്കുന്ന പാറ്റേൺ. ഈ വെറുതെ ഈ പൊസിഷൻ നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ന ചോദ്യമാണെങ്കിൽ 13 പേരെ നിരത്തി എഴുതുമ്പോൾ പിന്നെയും 13 കഴിഞ്ഞിട്ട് വീണ്ടും കൗണ്ട് ചെയ്യണം. 14, 15, 16 കൗണ്ട് ചെയ്യണം. അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഷോർട്ടാക്കാനായിട്ട് 5, 5, 5, 5 വെച്ചുള്ള ഗ്രൂപ്പാക്കി മാറ്റും. ഇനി നോക്കാമല്ലോ. ഗിറ്റാർ 5, 6, 7ാമത്തെ ആൾ. അപ്പോൾ 7 +
യു 5, 10, 15, 20, 21ാമത്തെ ആൾ. ഓക്കെ. അടുത്ത് ഐ 5, 6, 7, 8, 9ാമത്തെ ആൾ. ടി 5, 10, 15, 20ാമത്തെ ആൾ പ്ലസ് എ 1ാമത്തെ ആൾ പ്ലസ് ആർ 5, 10, 15, 16, 17, 18. 20, 20, 40, 10, 50, 60, 68, 69, 76. ഓക്കെ. അങ്ങനെയെങ്കിൽ സിത്ത് ആറ് എസ് എത്രയാണ്? 15, 16, 17, 18, 19. എസ് ഐ 5 പ്ലസ് 9, ടി 20, എ 1, ആർ 15, 16, 17, 18. ഓക്കെ. 20, 30, 40, 50, 59, 60, 67. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ വീട്ടിൽ നിന്നും 400 മീറ്റർ കിഴക്കോട്ട്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, 400 മീറ്റർ എന്ത് ചെയ്തു? കിഴക്കോട്ട് സഞ്ചരിച്ചു. 800 മീറ്റർ വടക്കോട്ട് പോയി. നാനൂറ് മീറ്റർ കിഴക്കോട്ട്, 800 മീറ്റർ വടക്കോട്ട്, അടുത്ത 600 മീറ്റർ പടിഞ്ഞാറോട്ട്. വരയ്ക്കുമ്പോൾ നോക്കി വരയ്ക്കണേ. ഇത്രയും 400ആണ്, അപ്പോൾ ഇത്രയും 400ആണ്. അപ്പോൾ 600 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 200 അങ്ങോട്ട് പോകും. ഇയാൾ കഴിഞ്ഞങ്ങ് പോകും. ഓക്കെ. 600 മീറ്റർ പടിഞ്ഞാറോട്ട്, അടുത്തൊരു 800 മീറ്റർ തെക്കോട്ട്. ഇത്രയും 800 മീറ്റർ. അപ്പോൾ അതേ ദൂരം തന്നെ തിരിച്ചു വരും അല്ലേ? സഞ്ചരിച്ചാൽ വീട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ഇത്രയും 800 മീറ്റർ മുകളിലോട്ട് പോയി 800 മീറ്റർ തിരിച്ചും വന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ഇത് മൊത്തം 600, അതിൽ ഇത്രയും 400, ഈ വീതി ഇവിടെയും ഇല്ലേ, ബാക്കി 200 അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര ഗ്യാപ്പുണ്ട്? 200ൻ്റെ ഗ്യാപ്പില്ലേ? അതായത് ഓപ്ഷൻ സി അല്ലേ റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ബന്ധപ്പെട്ട ജോലി എടുത്ത് എഴുതുക. ന്യൂമോണിയ ബാധിക്കുന്നത് എവിടെയാണ്? ശ്വാസകോശത്തിൽ. അങ്ങനെയെങ്കിൽ ഗ്ലോക്കോമ ബാധിക്കുന്നത് ആരെയാണ്? കണ്ണുകളെ. നിശബ്ദനായ കാഴ്ച അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണെന്ത്? ഗ്ലോക്കോമ. കാരണം അങ്ങ് അറ്റം എത്തുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്, സ്വയം ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നോക്കാനായിട്ട് പറയും. അപ്പോൾ മാക്സിമം ബാക്കിലോട്ട് ഇതുവരെയുള്ള വ്യൂ, എനിക്കിപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ എൻ്റെ കൈ ഇവിടെ നിന്നാലും എനിക്ക് എൻ്റെ കൈ കാണാം. ഓക്കെ. അതിങ്ങനെ ഗ്ലോക്കോമ ബാധിക്കുന്ന ആൾക്കാരിൽ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ എത്തുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. കണ്ണിനകത്ത് പ്രഷർ കൂടുന്നതാണ് ഇതിന് കാരണം. അതൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിക്കും. ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യം, ദൂരം കിലോമീറ്റർ, അങ്ങനെയെങ്കിൽ കോൺ. ദൂരം അളക്കുന്ന എന്തിലാണ്? കിലോമീറ്ററിലാണ്. അങ്ങനെ കോൺ അളക്കുന്ന എന്തിലാണ്? ഡിഗ്രിയിലാണ്. ഓക്കെ. ദൂരം അളക്കുന്ന ഉപകരണമാണ് തന്നിരുന്നതെങ്കിൽ ഇവിടെ കോൺ അളക്കാൻ ഏത് എഴുതാമായിരുന്നു? പ്രൊട്രാക്ടർ എഴുതാമായിരുന്നു. പക്ഷെ ദൂരം കിലോമീറ്ററിലാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കോൺ ഡിഗ്രിയിലാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഇതൊരല്പം കൺഫ്യൂസിംഗ് ആയിട്ട് പല ആൾക്കാരും തെറ്റിക്കും. ചോദ്യം സിമ്പിളായിരിക്കും. ഫോട്ടോയിലുള്ള ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച് മാലതി പറഞ്ഞു. അത്രയും കാര്യങ്ങൾ വിട്ടയ്ക്കുക. മാലതി എന്ന് പറയുന്ന പെൺകുട്ടിയെ മാത്രം എടുക്കുക. ഓക്കെ. അപ്പോൾ ഫോട്ടോയിലൊരു പുരുഷനുണ്ട്. ഓക്കെ. പുരുഷൻ നമ്മൾ +1 കൊടുക്കുന്നു, ഫീമെയിലിന് സ്ത്രീകളെ -1 കൊടുക്കുക. കൊടുക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി, വരയ്ക്കണമെന്നില്ല. ഇവിടെ ഇയാളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ്. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളെന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? ഞാൻ തന്നെയല്ലേ? അതായത് ഇയാളുടെ അച്ഛൻ്റെ ഒരേ ഒരു മകളെന്ന് പറയുമ്പോൾ ഇയാൾ തന്നെയല്ലേ? അതായത് മാലതി എന്ന് പറയുന്ന ഇയാൾ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ മാലതിക്ക് അയാളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഭർത്താവ്. ഓക്കെ. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളെന്ന് പറയുമ്പോൾ അത് മാലതി തന്നെയാണ്. എൻ്റെ എന്ന് പറയുന്നത് ആരെയാണ് ഇവിടെ? മാലതിയാണ് കേട്ടോ. മാലതിയാണ് സംസാരിക്കുന്ന ആൾ. അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ മാലതിയുടെ കാര്യമാണ് പറയുന്നത്. കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? 36, 100, 9, 125. 36നെ 6ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം, 100നെ 10ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം, 9നെ 3ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം, 125നെ 5ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. സ്ക്വയർ അല്ല, കൂട്ടത്തിൽപ്പെടാത്തത് 125. വീണ്ടും ഒരു ചോദ്യം. ഫോട്ടോയിൽ കാണുന്ന ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അയാളുടെ അച്ഛൻ തന്നെയല്ലേ? എൻ്റെ മുത്തച്ഛൻ്റെ ഒരേ ഒരു മകനാണ്. പാറ്റേൺ നോക്കിയേ. ഇതാണ് ആ സ്ത്രീ. അയാളുടെ സഹോദരൻ്റെ അച്ഛൻ, അയാളുടെ സഹോദരൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ആരുടെ അച്ഛൻ തന്നെയാണ്? അയാളുടെ അച്ഛൻ. അപ്പോൾ അയാളുടെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ
ഒരേ ഒരു മകനാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛന് ഒരേ ഒരു മകനേ ഉള്ളുവെങ്കിൽ അത് ഇയാൾ തന്നെയല്ലേ? ഓക്കെ, അതായത് ഈ 3 പേരുടെ അച്ഛൻ എന്താണ്? ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഇവരെന്താണ്? സഹോദരങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആ ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്ത്? ഈ സ്ത്രീയുടെ സഹോദരനാണ് ആര്? ആ പുരുഷൻ. ഓക്കെ, ഇത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വിവാഹബന്ധം പറയുമ്പോൾ, അതായത് ഇന്ന ആളുടെ ഭാര്യ എന്ന് പറയുമ്പോൾ കുറച്ച് നൊട്ടേഷൻസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ നൊട്ടേഷൻ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് വെച്ചാൽ ഉത്തരം കിട്ടുള്ളൂന്നില്ല. മനസ്സിൽ ചിന്തിച്ച് ഉത്തരം എടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാനും പറ്റും. അത് തന്നെയാണ് നല്ലത്. ഇനി പറ്റില്ലെങ്കിൽ പേപ്പറിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് മെയിൽ ജെൻഡറിനെ പറയുമ്പോൾ ഏത് ചിഹ്നം യൂസ് ചെയ്യുക? പ്ലസ് യൂസ് ചെയ്യുക, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. വെറുതെ ചുമ്മാ ABC എന്ന് എഴുതി പോയി കഴിഞ്ഞാൽ അവസാനം ഈ മരുമകനാണോ മരുമകളാണോ എന്നൊക്കെയുള്ള ആ ജെൻഡറിൻ്റെ ഒരു ഡൗട്ട് വരും. അതുണ്ടാവാതിരിക്കാൻ മെയിൽ ജെൻഡറിനെ പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ഇട്ട് പോവുക. ഫീമെയിൽ ജെൻഡറിനെ പറയുമ്പോൾ എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് പോവുക. അതുപോലെ തന്നെ ഹസ്ബൻഡ് വൈഫ് പറയുമ്പോൾ, ഇപ്പോൾ A ഹസ്ബൻഡും B വൈഫും ആണെങ്കിൽ അവരെ കണക്ട് ചെയ്യാനായിട്ട് ഡബിൾ ലൈൻ യൂസ് ചെയ്യുക. സഹോദരങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? സിംഗിൾ ലൈൻ യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ പല ജനറേഷൻ പറയുമ്പോൾ പല പല സ്റ്റെപ്പായിട്ട് എഴുതുക. ഇത് ഗ്രാൻഡ് ഫാദർ, ഇത് ഫാദർ, ഇത് പ്രസൻറ്റ് ജനറേഷൻ, ഇത് സൺ, ഇത് ഗ്രാൻഡ് സൺ, അങ്ങനെ പല പല ലെയറുകളാക്കി എഴുതി ശീലിക്കുക. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. 1-2 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. ഒറ്റയാനെ കണ്ടെത്തുക. 100, 10ൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 100 തന്നെയാണ്. 6ൻ്റെ സ്ക്വയർ 36, 8ൻ്റെ സ്ക്വയർ 64, കൂട്ടുമ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9, കൂട്ടുമ്പോൾ 25. ബാക്കി എല്ലാ ഓപ്ഷൻ്റെയും എന്ത് തന്നെയാണ്? 100 എന്ന് പറയുന്ന നമ്പറിനെ പല രീതിയിൽ എഴുതിക്കുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. ഒറ്റയാൻ, ഓപ്ഷൻ സി. അടുത്തത് സാഡ് 814, ക്യാറ്റ് 317, ഇയർ 519 ആയാൽ ഡിയറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 ലെറ്റർ ഉണ്ട്, 3 നമ്പറും ഉണ്ട്. സാഡ് എന്ന് പറയുന്നതിലെ ലെറ്റേഴ്സിൻ്റെ വാല്യൂ എടുത്ത് കൂട്ടി എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഓർമ്മിക്കുക, 3 അക്ഷരങ്ങൾ. മാക്സിമം വാല്യൂ ഏത് വരെ വരത്തുള്ളൂ? 26 വരെ വരത്തുള്ളൂ. 26 ലെറ്റേഴ്സേ ഉള്ളൂ. ഇപ്പോൾ മാക്സിമം 26 വരെ വരത്തുള്ളൂ. അപ്പോൾ 3 പേരും ഇപ്പോൾ ഇസഡ് ആണെന്ന് വെച്ചോ, എങ്കിൽ 26 + 26 + 26 എന്ന് വരും ഇല്ലേ? അത് കൂട്ടിയാൽ തന്നെ എത്ര വരും? 60, 78 വരത്തുള്ളൂ ഇല്ലേ? 60, 3, 18, 78 വരത്തുള്ളൂ. ഒരിക്കലും 814 വരില്ല. അപ്പോൾ പ്ലസ് ചെയ്യുന്ന ലോജിക്ക് അല്ല. 3 ലെറ്റർ ഉണ്ട്, 3 നമ്പറും ഉണ്ട്. അപ്പോൾ ഓരോ ലെറ്ററിനും ഓരോ നമ്പർ. അങ്ങനെയെങ്കിൽ ഡിയർ, ഡി ക്വസ്റ്റ്യനിലുണ്ടോ? ഉണ്ട്. ഇ ഉണ്ടോ? ഉണ്ട്. എ ഉണ്ടോ? ഉണ്ട്. ആർ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആരാണ്? ഇവിടെ 3ാമത്തെ അക്ഷരമാണ് ഡി. അപ്പം 3ാമത്തെ അക്ഷരം 4. ഇവിടെ 2ാമത്തെ അക്ഷരമാണ് എ. ഇവിടെ 2ാമത്തെ അക്ഷരം 1. അതുപോലെ തന്നെ ഇവിടെ 3ാമത്തെ അക്ഷരമാണ് ആർ. അപ്പം 3ാമത്തെ അക്ഷരം 9. അങ്ങനെ പറഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കാം. മെത്തേഡിന് കുഴപ്പമൊന്നുമില്ല, നല്ല മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സോർട്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ ഡിയർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്, അതിലൊരു ഇയർ കിടപ്പില്ലേ? EAR. EAR എത്രയാണെന്ന് എനിക്കറിയാം, 519 അറിയാമല്ലോ. അപ്പോൾ അവസാനം 519 വരുന്ന ഏത് ഓപ്ഷൻ ഉണ്ട്? ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ ബി ശരി ഉത്തരം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഡി എന്ന് പറയുന്നത് ഏതാണ്? 3ാമത്തെ അക്ഷരം 4. അതും ഓക്കെ. ഇപ്പോൾ ചെയ്തുകൊണ്ടൊന്നും സമയം കളയണ്ട, ജസ്റ്റ് ഈ വാക്ക് അതിനകത്തുണ്ട്, ആ വാക്ക് ഇതിനകത്തുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. അതിലൊരു ചിഹ്നങ്ങൾ വെച്ചുള്ള കോഡിങ്. ഡോളർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു. ഇപ്പോൾ 23, 25, 5, 10, 3. ഡോളർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു. പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ്. ഹാഷ് എന്ന് പറയുമ്പോൾ പ്ലസ്. അറ്റെന്ന് പറയുമ്പോൾ മൈനസ്. 25 ÷ 5, 5. അപ്പോൾ 23 × 5 + 10 - 3. 23 × 5, 20 × 5 100, 3 × 15 115 + 10 - 3. 115ഉം 10ഉം 125 നിന്ന് 3 പോയാൽ 122. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 27:3. 27:3. ഡബിൾ ഈസ് ടു, അതായത് രണ്ടാമത്തെ പാർട്ടാണ്. 1000:-. 27നെ എന്ത് ചെയ്താൽ 3 ആക്കാം? 27ൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ 3 ആവും. ക്യൂബ് റൂട്ട് എന്ന് പറയുന്ന കാര്യം ചിന്തിക്കാൻ പാടായതുകൊണ്ട് ഞാൻ തിരിച്ച് ചിന്തിക്കുന്നു. 3ൻ്റെ ക്യൂബാണ് 27.
അങ്ങനെയെങ്കിൽ ആരുടെ ക്യൂബാണ് 1000? ആരുടെ ക്യൂബാണ്? 10ൻ്റെ ക്യൂബാണ് 1000. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പു പി എന്ന സ്ഥലത്ത് നിന്ന് 2/3 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് സഞ്ചരിച്ച ശേഷം 5/7 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു എങ്കിൽ പിയിൽ നിന്ന് ഇപ്പോൾ അവൻ എത്ര ദൂരം സഞ്ചരിച്ചു? ഇവിടെ നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. കിഴക്കോട്ടെന്നും പടിഞ്ഞാറോട്ടെന്നും ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓപ്ഷനിലൊന്നും എന്തില്ല, ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കി വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് റഫായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് വരച്ച് നോക്കാം. ആദ്യം എന്ത് ചെയ്തു? ഒരു 2/3 ദൂരം സഞ്ചരിച്ചു കിഴക്കോട്ടേക്ക്, പിന്നെ ഒരു 5/7 ദൂരം പടിഞ്ഞാറോട്ടേക്ക് സഞ്ചരിച്ചു. എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം. ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? ആകെ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, ഇല്ലേ? അപ്പോൾ 2/3 പ്ലസ് 1/5/7 ഇതിനെ എന്ത് ചെയ്യുക? ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്, മിക്സഡ് ആക്കി മാറ്റുക. ഇങ്ങോട്ടേക്ക് ഗുണിക്കുക, അങ്ങോട്ട് കൂട്ടുക. എങ്ങനെ? ഇങ്ങോട്ട് ഗുണിക്കുക, അങ്ങോട്ട് കൂട്ടുക. 7 × 1 7, 7നോട് 5 കൂട്ടിയാൽ 12. അപ്പോൾ 2/3 പ്ലസ് 12/7. താഴെ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഗുണിക്കുക, കൂട്ടുക, താഴെ അതുപോലെ എഴുതുക. ഇനി നമുക്കറിയാമല്ലോ ക്രോസ് ചെയ്യാൻ. 7 × 2 14 പ്ലസ് 3 × 12 36 ഡിവൈഡ് ബൈ 3 × 7 21. 14 36 50/21 വരും. 50-നകത്ത് എത്ര 21 ഉണ്ട്? 2 പ്രാവശ്യം 21 42ആയി. മിച്ചം ഇനി എത്രയുണ്ട്? 8 ബാക്കി. 21-ൽ 8 ബാക്കി. അപ്പോൾ 2 8/21 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 50-നകത്ത് 21, 2 പ്രാവശ്യം 42ആയി, ബാക്കി 43 44, 8 മിച്ചമുണ്ട്. 8/21. ഓക്കെ അല്ലേ? ഇനി ഇതില്ലെങ്കിൽ നമ്മൾ സൈഡിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 50 എഴുതുക, 21 പുറത്ത് എഴുതുക. 2 പ്രാവശ്യം 42, മിച്ചം 8. ഇങ്ങനെ ഇപ്പോൾ 2 8 21, 8/21. ഡിവൈഡ് ചെയ്യണ്ട, മനസ്സിൽ ചെയ്താൽ മതി, അതാണ് നല്ലത്. അടുത്ത ചോദ്യം. ഒരു ട്രയാങ്കിളൊക്കെ വരച്ച് കുറച്ച് പാറ്റേണൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുവടെയുള്ള ചിത്രങ്ങളിൽ അടുത്ത ചിത്രമായി വരുന്നത് ഏത്? 3 പേരുണ്ട്, 4മത്തത് ഇതിലേതോ ഒരാളാണ്. നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിളിലെ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 12 15 27 ബന്ധമൊന്നുമില്ല. 14 18 32 ഇല്ല, ബന്ധങ്ങളില്ല. അപ്പോൾ ഒരു ത്രികോണത്തിനകത്തുള്ള സംഖ്യകൾ തമ്മിൽ വേറെ ബന്ധമൊന്നും നമുക്ക് കോമൺ ആയിട്ട് ബന്ധമൊന്നുമില്ല. കാരണം 12ൽ നിന്ന് 3 കൂടിയാൽ 15 കിട്ടും, 15നോട് 12 കൂടിയാൽ 27 കിട്ടും. ഇവിടെ അങ്ങനെയാണോ? 4 കൂടി പിന്നെ അടുത്ത് ഇല്ല, 12 അല്ല കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ പാറ്റേൺ ഇല്ല. നമുക്കിനി ത്രികോണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കാം. 12 14ആയി, 14 16ആയി. അപ്പോൾ 16 എന്താവും? 18 ആവും. എനിക്ക് 3 ഓപ്ഷൻ ഉണ്ട്. 18, ഇതിൽ 18 ഇല്ല, അത് കളയാം. ഓക്കെ, എങ്ങനെ? ആദ്യത്തെ ആൾ 12, ആദ്യത്തെ ആൾ 14, ആദ്യത്തെ ആൾ 16. അപ്പോൾ ആദ്യത്തെ ആൾ എന്ത് വരണം? 18 വരണം. ഒന്നാമത്തെ ഓപ്ഷൻ കളയാം. രണ്ടാമത് 15, 3 കൂടി 18ആയി, വീണ്ടും 3 കൂടി 21ആയി. അപ്പോൾ വീണ്ടും 3 കൂടുമ്പോൾ 24 വരണം. 24 രണ്ടാമത് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഇനി അത് മുകളിലത്തെ നമ്പറും ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 27, 5 കൂടിയാൽ 32, 5 കൂടിയാൽ 37, വീണ്ടും 5 കൂടുമ്പോൾ 42 വരണം. ഓക്കെ, 42 ഓക്കെയാണ്. അടുത്ത ചോദ്യം. നമുക്ക് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ 3 ചിത്രങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ മൂന്നാമത്തെ ചിത്രം കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇല്ലേ? എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കിയേ, ഒരു വൃത്തത്തിനെ 1 2 3 4 പീസാക്കി, അതിൽ ഒരു പീസ് ഷെയ്ഡ് ചെയ്തു, അല്ലേ? അപ്പോൾ 1/4 ഇവിടെ എഴുതാം. 1/4 ഒരു സർക്കിളിൻ്റെ 1/4 ആണത്. ഇവിടെയും അതേ പ്രോസസ്സ്, ഇവിടെയും അതേ പ്രോസസ്സ്. അപ്പോൾ 1/4 പ്ലസ് 1/4 പ്ലസ് 1/4, 3 പ്രാവശ്യം 1/4. നമുക്ക് ഓപ്ഷൻ കൂടെ നോക്കിയിട്ട് ഉത്തരം എഴുതാം, ആഡ് ചെയ്യണോ വേണ്ടതെന്ന്. ഇവിടെ 3 × 3/4, 3 പ്രാവശ്യം 3/4 അല്ല. 3 പ്ലസ് 1/4 അല്ല, 3 × 1/4. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 3 പ്രാവശ്യം ഞാൻ ഒന്ന് എഴുതാം. 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 ഇതല്ലേ നമുക്ക് കിട്ടുന്നത്. ആഡ് ചെയ്യണ്ട, ആഡ് ചെയ്യുമ്പോൾ 3/4 എന്ന് കിട്ടും. ആഡ് ചെയ്യണ്ട, ഇവിടെ ഓപ്ഷൻ അങ്ങനത്തതല്ല. അപ്പോൾ എത്ര പ്രാവശ്യം? 1 2 3 3 ടൈംസ് 3 ടൈംസ് 1/4. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാം.
ഇത് പെട്ടെന്ന് എല്ലാവരും ഒന്ന് നമ്പറിലോട്ടൊന്ന് നോക്കിയേ. എന്തെങ്കിലും ഒരു പാറ്റേണോ ഐഡിയയോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സാധാരണ ഇങ്ങനെ ബോക്സിൽ നമ്പേഴ്സ് വരുമ്പോൾ അവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇന്നതെന്നോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്നതെന്നോ അല്ലെങ്കിൽ 2 പേരുടെ സ്ക്വയർ എടുക്കുമ്പോൾ മൂന്നാമത്തെ ആളെന്നോ, അതായത് പൈതഗോറസ് തിയറം 2 പേരുടെ സ്ക്വയർ എടുത്ത് കൂട്ടുമ്പോൾ മൂന്നാമത്തെ ആളിൻ്റെ സ്ക്വയർ എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഇവിടെ ചോദ്യങ്ങളിൽ ഇങ്ങനെ വരും 3, 4, 5, അതുപോലെ 5, 12, 13, 6, 8 ഡാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരാറുണ്ട്. 3ൻ്റെ സ്ക്വയറും 4ൻ്റെ സ്ക്വയറും കൂട്ടുമ്പോൾ 5ൻ്റെ സ്ക്വയർ കിട്ടും. 5ൻ്റെ സ്ക്വയറും 11ൻ്റെ സ്ക്വയറും കൂട്ടുമ്പോൾ 13ൻ്റെ സ്ക്വയർ കിട്ടും. 6ൻ്റെയും 8ൻ്റെ സ്ക്വയർ കൂട്ടുമ്പോൾ 6ൻ്റെ സ്ക്വയർ കിട്ടും. 10ൻ്റെ സ്ക്വയർ കിട്ടും. അതൊരു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ക്യൂബ് എടുക്കുന്നത് 3ൻ്റെ ക്യൂബ് 4ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇവിടെ വരും. അങ്ങനെ ക്യൂബ് എടുക്കുന്ന പാറ്റേൺ, അതുപോലെ റൂട്ട് എടുക്കുന്ന പാറ്റേൺ, ഇങ്ങനെയുള്ള പാറ്റേണുകൾ വരാറുണ്ട്. ഇനി കൂട്ടുമ്പോൾ 2 പേരെ കൂട്ടിയാൽ മൂന്നാമത്തെ ആൾ, അങ്ങനത്തെ പാറ്റേൺ വരാറുണ്ട്. അല്ലെങ്കിൽ ഈ 3 പേരെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എക്സ് ആണെങ്കിൽ ഇവരെ കൂട്ടിയാലും അതേ എക്സ്, ഇവരെ കൂട്ടിയാലും അതേ എക്സ്, അങ്ങനത്തെ പാറ്റേൺ വരാറുണ്ട്. ഇങ്ങനെ പല 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 പാറ്റേണുകൾ വരാറുണ്ട്. നമുക്കിവിടെ നമ്മുടെ ചോദ്യത്തിൽ ഏതാണെന്ന് നോക്കാം. എന്തായാലും 2നെയും 7നെയും 6 ആക്കാൻ പറ്റത്തില്ല, 2നെയും 6നെയും 7 ആക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 + 7 9, 9 + 6 15. അടുത്തായിട്ട് ഇവിടെ 9, 1, 10, 5, 15 നമ്മുടെ പാറ്റേൺ കിട്ടി. ഈ എല്ലാവരെയും കൂട്ടിയാൽ 15, ഇവരെല്ലാവരെയും കൂട്ടിയാലും 15. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവരെ കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും. നമുക്ക് താഴെ തിരിച്ച് കൂട്ടിയാൽ അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. 9, 10, 11, 4, 15. ഓക്കെ, താഴെ തമ്മിൽ കൂട്ടിയാലും 6, 1, 7, 8, 15. ഓക്കെ, ഇവരെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 15 കിട്ടണം. 7, 5 എത്രയായി? 12 ആയി. 12നോട് 3 കൂട്ടിയാൽ എന്ത് കിട്ടും? 15 കിട്ടും. ശരി, തന്നെ നിങ്ങളോട് നോക്കാം. 4, 3, 7, 7നോട് 8 കൂട്ടിയാൽ എത്ര? 15. ഇതിവിടെ ചെയ്തേക്കുന്നത് ഇങ്ങനെ ആഡ് ചെയ്താലും സെയിം നമ്പർ ഉത്തരം. ഓക്കെ, ഇനി ഇതിനകത്ത് ഇനി ഒരു പാറ്റേൺ കൂടിയുണ്ട്. ഡയഗണൽ എടുത്താലും 15 ആണ്. 8ഉം 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും. 6ഉം 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും. ഇതെടുത്താലും 15, ഇതെടുത്താലും 15. ഓക്കെ, താഴോട്ടുള്ള ഡയറക്ഷൻ എടുത്താലും സെയിം വാല്യൂ, റൈറ്റിലേക്കുള്ളത് എടുത്താലും സെയിം വാല്യൂ. അത് എങ്ങനെ കൂട്ടിയാലും ഒരേ നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് ഇതുവരെയും ചോദിച്ചിട്ടുള്ള മോഡൽ ചോദ്യങ്ങൾ. മെൻ്റൽ എബിലിറ്റിക്കകത്ത് നിന്ന് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇതിൽ തന്നെ ആ ചിഹ്നങ്ങൾ കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്ന ചോദ്യങ്ങളും ലെറ്റർ കോഡിങ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് ലെറ്റർ കോഡിങ്. കാരണം എങ്ങനെ കോഡ് ചെയ്തു, ഒന്നാമത്തെ ലെറ്ററിനെ ഒന്നാമത് തന്നെ കോഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളൊരു ചോദ്യത്തിൽ പറഞ്ഞു ഒന്നാമത്തെ നമ്പർ ലെറ്റർ അവസാനം കോഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറയാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുവാണ്, ചുമ്മാ ഒരു വാക്കൊന്നുമല്ല, ഒരു എക്സാമ്പിൾ എഴുതുവാണ്. ABCDEF GHI. ഓക്കെ, MNOPQRSTU. ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം എഴുതുന്നു. നമുക്ക് എ എമ്മിലോട്ട് കോഡ് ചെയ്തു, അങ്ങനെയുള്ള പാറ്റേൺ ഉണ്ട്. എ യുയിലോട്ട് കോഡ് ചെയ്തു, ബി എ ടിയിലോട്ട് കോഡ് ചെയ്തു, അങ്ങനത്തെ പാറ്റേൺ ഉണ്ട്. അതുപോലെ 3 പേരെടുത്തിട്ട് എ ഒയിലേക്ക്, സി എമ്മിലേക്ക്, ബി എന്നിലേക്ക്, അടുത്ത 3 പേരെടുത്തിട്ട് ഇങ്ങനെ, അതായത് ഡി എ ആറിലേക്ക് മാറ്റി, എഫിനെ പിയിലേക്ക് മാറ്റി, ഇയെ ക്യൂയിലേക്ക് മാറ്റി. ഓക്കെ, അങ്ങനെ വരുന്ന പാറ്റേണും ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പാറ്റേണിലാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടൈപ്പ് പാറ്റേൺസ്. അപ്പോൾ ഇത്രയുമാണ് മെൻ്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് PSC 10th ലെവൽ പ്രിലിംസ് പോലുള്ള പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് ഈ മേഖലയിൽ നിന്നുള്ള ഫുൾ മാർക്കും സ്കോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ്. മാക്സിമം പാറ്റേണുകൾ നമ്മൾ കണ്ട് ശീലിക്കും. നമ്മളൊന്നും കാണാതെ പഠിക്കരുത് ഒരിക്കലും. നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്ത് ശീലിക്കുമ്പോൾ നമുക്ക് ആ പാറ്റേൺ മൈൻഡിൽ എവിടെയെങ്കിലും കിടക്കും. ഓക്കെ, അത് കാണാതെ ബൈഹാർട്ട് ചെയ്യരുത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇന്ന ലോജിക്ക് അല്ലേ എന്നൊരു ഐഡിയ വരും. അത് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അടുത്ത വേറൊരു ലോജിക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വരുന്ന എക്സാമിന് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.